How was that? Do you feel that gratitude? ഓരോ ദിവസവും നല്ല രീതിയിലേക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊന്നും അറിയാൻ താല്പര്യമുണ്ട്, മിറക്കിൾസുകൾ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിറക്കിൾസ്, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച്, നല്ല മാറ്റങ്ങളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, ഉമ്മുൽ ഖൈറ പറയുന്നു അടിപൊളിയായിരുന്നു, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, then we have Anita, thank you so much. Okay, amazing meditation. Okay, very good. Bindu ma'am, thank you, super. Abdullah Kutti Sahib. Okay, thank you everyone. Good meditation, very good. Okay, അപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ലൈഫിൽ വെരി എഫക്റ്റീവ് മെഡിറ്റേഷൻ, വെരി ഗുഡ്. ഗെറ്റിംഗ് മോർ പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു അല്ലെ? ഇനി ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, ലഭിച്ചുകൊണ്ടിരിക്കുകയാണോ, അതല്ല ഇനി ലഭിക്കുകയാണെങ്കിൽ എന്ന് ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്? എത്ര വർഷം കൊണ്ട് നിങ്ങൾ അവിടെ എത്തിച്ചേരും? ചിലർക്ക് എത്തിയിട്ടുണ്ടാവില്ല, ചിലർ ഓൾറെഡി എത്തിയവരുണ്ടാവാം, ചിലപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം. അപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ എത്ര സമയം കൊണ്ട് എത്തും? ഒന്ന് കമന്റ് ചെയ്യാം. ലഭിച്ചിട്ടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എന്നെത്തും? ഇതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. ഒരു 6 മാസം കൊണ്ട് ഞാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, 6 months. പിന്നെ കമന്റ് ചെയ്യും. നിങ്ങളുടെ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനിലാണ് നമ്മൾ എന്താ വെച്ചാൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ മെഡിറ്റേഷനിൽ, സംഗതിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നതിലൂടെ എത്ര 1 year കൊണ്ട് എത്തും? ഓക്കെ, ഐ ആം നൗ ഓൺ വേ. എൻ്റെ ഓക്കെ, ഐ ആം ഓൺ മൈ വേ. നിങ്ങളുടെ വഴിയിലാണ്. എൻ്റെ പേരെന്താണെന്നറിയില്ല, നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട്. എത്ര സമയം കൊണ്ട് എത്താൻ സാധ്യത? 1 year കൊണ്ട് അനിത പറയും. ഓക്കെ, 1 വർഷം കൊണ്ട് എത്താൻ സാധ്യത. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അധികം ആൾക്കാരെന്ന് വെച്ചാൽ 1 year അല്ലെങ്കിൽ 6 മാസം. ഈ ഒരു 1 year അല്ലെങ്കിൽ 5 year, ഓക്കെ, മനോജ് കുമാർ സാർ പറയുന്നു 5 year കൊണ്ട് എത്താൻ പറ്റും. ഓക്കെ, സുബൈറിനകത്ത് പറയുന്നു 3 മാസമാണോ 3 വർഷമാണോ? 3 എന്ന് പറയുന്നത് 3 months. റുക്കിയ പറയുന്നു 3 months. ഓക്കെ, 3 വർഷം കൊണ്ടാണ് സുബൈറിനകത്ത്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 മാസം കൊണ്ടോ അതേപോലെ തന്നെ 6 മാസം കൊണ്ടൊക്കെ എത്തിച്ചേരാൻ പറ്റും. ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അതും പറ്റും. ഏകദേശം ഒരു 3 മാസം, 6 മാസം, 1 year കൊണ്ടൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് മാറാൻ പറ്റും. ഓക്കെ, പക്ഷെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ്, കരിയറിലെ വിജയമാണ്, ബിസിനസ്സിലെ വിജയമാണ് എങ്കിൽ ചിലപ്പോൾ അതൊരു 3 വർഷം, 5 വർഷമൊക്കെ എടുക്കും. ബിക്കോസ് ദാറ്റ്സ് ദ വേ ഇറ്റ് ഈസ്. ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഇതുവരെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. 1 വർഷം കൊണ്ട് പറ്റും, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 മാസം കൊണ്ട് എത്തുന്ന പറയുന്നത് ഉമ്മുൽ ഖൈറ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ എനിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് എനിക്കറിയില്ല. ഉമ്മുൽ ഖൈറ ലൈക്ക് ചാർജ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരാളാണോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, നമ്മുടെ ചാർജ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരാളാണോ? അവിടെ വരാറുണ്ടായിരുന്നു ഇതേപോലെ സെയിം നെയിമിലുള്ള ഒരാൾ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ആണോ ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ? നോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ചാർജ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല. ഓക്കെ, ലൈഫ് സക്സസ് ആൻഡ് കരിയർ 3 years above. ജീവിത വിജയം 3 വർഷത്തിന് മുകളിൽ. എസ് ബിന്ദു കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമ്മളിലേക്ക് വരാൻ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും
നമുക്ക് വേണ്ട ഒരു കാര്യം ഫെയ്ത്ത് ആണ്. നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. ഫെയ്ത്ത്. നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ള വിശ്വാസം, നിങ്ങൾ അവിടെ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം. എങ്ങനെ എന്നുള്ളത് പ്രധാനമല്ല, നിങ്ങൾ അവിടെ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം. ഈ വിശ്വാസം ഉള്ള ആൾക്ക് എന്തായിരിക്കും? അയാളുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ക്ഷമയുള്ള ഒരാളായിരിക്കും. എന്തായിരിക്കും? ക്ഷമയുള്ള ഒരാളായിരിക്കും. ആ ക്ഷമ നമുക്കെന്ത് വെച്ചാൽ വളരെ മസ്റ്റാണ്. നിങ്ങൾ ക്ഷമയുള്ള ഒരാളാണ്. ആ ക്ഷമ എന്ന് പറയുന്നത് എത്ര സമയമെടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുമ്പോൾ പോലും അതിൽ നിന്ന് പിന്തിരിയാതെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പുറകെ പോകാനുള്ള മനസ്സാണെന്ന് വെച്ചാൽ ക്ഷമ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു സെഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ 2011 ഒരു വലിയ ചേഞ്ച് സംഭവിച്ച സമയം. ആ ചേഞ്ച് സംഭവിച്ച സമയത്ത് ഞാൻ ഈ ഒരു കരിയറിലേക്ക് ഇറങ്ങുകയും, എന്നിട്ട് ഞാൻ എന്നോട് എന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് വാചകങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം ഞാൻ ചെയ്തത് എന്ന് വെച്ചാൽ റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചെയ്യും. ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ 36,000 മുതൽ 60,000 ചിന്തകൾ പോകുന്നുണ്ട്. ഈ ചിന്തയിലെ 80% നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ ചിന്തയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ ലഭിക്കും. ഓക്കെ, അത് ഞാൻ കേട്ടു. അടുത്ത കാര്യം ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത, അത് ഞാൻ മനസ്സിൽ നിലത്തൊഴിവാക്കി. ഞാൻ എൻ്റെ ഈ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് എൻ്റെ ലക്ഷ്യം മനസ്സിലാകില്ല എന്നും, കാരണം ഇത് അവരുടെ ലക്ഷ്യമല്ല എന്നും, ഞാൻ ചിന്തിക്കുന്ന ആ ഒരു ഉയരത്തിൽ, ആ ഒരു അകലത്തിൽ, ആ ഒരു വ്യത്യസ്തതയിൽ ചിന്തിക്കാൻ എൻ്റെ കൂടെയുള്ളവർക്ക് പറ്റില്ല എന്നും, അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങോ കാഴ്ചപ്പാടുകളോ ചേഞ്ചസോ സംഭവിച്ചിട്ടില്ല എന്നുമുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, എൻ്റെ ലക്ഷ്യത്തിൽ ഫെയ്ത്തോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, മറ്റുള്ളവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക ഒന്നും ഞാൻ ചെയ്തില്ല. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ ജേർണി. അതുപോലെ മൂന്നാമത് ഞാൻ അപ്പൊ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു സംഗതി, അതിന് ഞാൻ കൊടുത്ത ഏറ്റവും വലിയൊരു എന്താ പറയുക, ആരെങ്കിലും എന്നെ പരിഹസിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡൗൺ ആയി പോവുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു, ഇറ്റ് ഡസ് മാറ്റർ വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച്, നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നീ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് പറയാം, ഈ വാചകം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഷാഫി, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നീ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റെപ്പ്, അതിന്റെ കൂടെ ഞാൻ കൊണ്ടു നടന്ന മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു റിയാലിറ്റിയാണ്, ഓപ്പർച്യൂണിറ്റി വിൽ നോട്ട് കം വിത്ത് എ നെയിം ബോർഡ്. ഒരു അവസരം നമ്മളിലേക്ക് ഇങ്ങോട്ട് വരില്ല. ഒരു അവസരം നമ്മളിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ട്, ഇതാ ഞാനൊരു അവസരമാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാനായി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല. ഇറ്റ് വിൽ നോട്ട് കം ടു യു. എല്ലായ്പ്പോഴും ഞാൻ പറയുന്നു, മനസ്സിലാണോ? സോ യു ഹാവ് ടു കീപ് ലുക്കിംഗ്. നിങ്ങൾ തേടുന്നതേ നിങ്ങളിലേക്ക് വരുള്ളൂ. നിങ്ങൾ തേടുന്നതാണ് നിങ്ങളിലേക്ക് വരിക. കാരണം നിങ്ങൾ തേടുന്നത് നിങ്ങളെ തേടുന്നുണ്ട്. എന്താണ്? നിങ്ങൾ തേടുന്നത് നിങ്ങളെ തേടുന്നു. നിങ്ങൾ തേടാതെ ഒരു നോട്ടീസ്, ഒരു ബോർഡുമായിട്ട് ഞാൻ അവസരമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നോളന്നില്ല. പക്ഷെ നിങ്ങൾ തേടുന്നത് എന്താണോ അത് നിങ്ങളെ തേടുന്നുണ്ട്.
പക്ഷെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് ഹാവ് ഫെയ്ത്ത് ആൻഡ് ഗോ ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ പുറകെ പോകണം. ഒരു ആശയം തോന്നുമ്പോൾ, ഒരു ഐഡിയ തോന്നുമ്പോൾ ആ ഐഡിയയുടെ പുറകെ പോകണം, പ്ലാൻ ചെയ്ത് പോകണം. ഒരവസരം വന്നു എന്ന് തോന്നുമ്പോൾ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഞാൻ അനൗൺസ് ചെയ്തു. നിങ്ങൾക്കൊരു തോന്നൽ വന്നു, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ലൈഫ് ചേഞ്ച് ആകും എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്. ആ തോന്നലിന്റെ പുറകെ, ആ ഇന്നർ ഗൈഡൻസിന്റെ പുറകെ പോകണം. കാരണം പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ തോന്നൽ ശരിയാകുമോ എന്നുള്ള പേടിയാണ്. എല്ലാ തോന്നലുകളും ശരി തന്നെയാണ്. അതിന്റെ പിറകെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ പോകേണ്ടത് തന്നെയാണ്, നിങ്ങൾ അവിടെ എത്തേണ്ടത് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ എന്ത് ചെയ്യണം? ട്രസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിന്റെ പുറകെ പോകണം. അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ യു ഷുഡ് ഗോ ആൻഡ് ട്രസ്റ്റ്. മേ ബി ദാറ്റ് ഈസ് എ സൈൻ ദാറ്റ് യൂണിവേഴ്സ് വാണ്ട്സ് ടു ഹെൽപ്പ് യു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് വിളിക്കുന്നതായിരിക്കാം. അതിന്റെ പുറകെ പോയി നോക്കുക, എന്തായാലും നഷ്ടം വരില്ല. ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾക്കത് വിജയിച്ചില്ലെങ്കിലും, ആ ആശയം വിജയിച്ചില്ലെങ്കിലും ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാവും. ഒന്നുകൂടെ നിങ്ങൾ സ്ട്രോങ് ആവും, നിങ്ങൾ ഒന്നുകൂടെ ധൈര്യശാലിയാണ്, ഒന്നുകൂടെ നിങ്ങൾക്ക് പുതിയ ആൾക്കാർ ചിലപ്പോൾ പരിചയപ്പെടാൻ പറ്റും, പുതിയ സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും, പുതിയ അറിവുകൾ നേടാൻ പറ്റും. യു ബിക്കം ബെറ്റർ. എവറി എക്സ്പീരിയൻസ് ഗിവ്സ് യു ബെറ്റർമെന്റ്, ഡെവലപ്മെന്റ്, ഗ്രോത്ത്. എല്ലാ അനുഭവങ്ങളും നല്ലതാണ്. എല്ലാ അനുഭവങ്ങളും നിങ്ങളെ ഒന്നുകൂടെ മികച്ചതാക്കാൻ അത് സഹായിക്കും. നിങ്ങളുടെ വ്യക്തിത്വം മികച്ചതാക്കാൻ, നിങ്ങളുടെ ക്ഷമ മികച്ചതാക്കാൻ, നിങ്ങളുടെ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ, പുതിയ അറിവ് നൽകാൻ, നിങ്ങൾക്ക് പുതിയ വളർച്ച നൽകാൻ, പുതിയ കുറച്ചുകൂടെ ക്ഷമ നൽകാൻ, അങ്ങനെ പല രീതിയിൽ നിങ്ങളത് ബെറ്റർ ആക്കും. സോ ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾക്ക് തോന്നുന്ന ആശയത്തിന്റെ പുറകെ പോകൂ, ഭയപ്പെട്ട് നിൽക്കരുത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ പ്രവേശിക്കാൻ ഭയപ്പെടുന്ന, നിങ്ങൾ അകത്തേക്ക് കടക്കാൻ ഭയപ്പെടുന്ന ഗുഹ ഏതാണോ, ആ ഗുഹയ്ക്കുള്ളിലാണ് നിങ്ങളുടെ നിധി കിടക്കുന്നത്. മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ട് ജീവിക്കരുത്. സോ വെൻ ഓപ്പർച്യൂണിറ്റി കംസ് ആൻഡ് നോക്ക് അറ്റ് യുവർ ഡോർ, സേ യെസ്. അവസരം നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ, വാതിൽ തുറക്കുമ്പോൾ യെസ് പറയണം. ഒരു കഥ പറയാം. ഒരാള് വെള്ളപ്പൊക്കമൊക്കെ വന്നു. അങ്ങനെ വെള്ളപ്പൊക്കം വന്ന അദ്ദേഹത്തിന്റെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട്, അപ്പൊ ഇദ്ദേഹം അത്രയും കാലം നല്ല ദൈവഭക്തിയുള്ള ഒരാളായിരുന്നു, ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കായിരുന്നു. അദ്ദേഹം വെള്ളപ്പൊക്കം വന്നപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ദൈവം എന്നെ രക്ഷിക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെന്ത് ചെയ്തു വെച്ചാൽ, അദ്ദേഹത്തോട് വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴേക്കും അദ്ദേഹത്തോട് പറഞ്ഞു, നാട്ടുകാർ വന്നിട്ട് വേഗം വായോ, നിങ്ങൾ ഇപ്പൊ തന്നെ പെട്ടെന്ന് ഇറങ്ങി നമുക്ക് പോകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു നാട്ടുകാരോട്, എന്നെ ദൈവം രക്ഷിക്കും, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ പൊയ്ക്കണം. അങ്ങനെ അദ്ദേഹം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി തുടങ്ങിയപ്പോ, കഴുത്തിനറ്റ് വെള്ളമായപ്പോ അദ്ദേഹം ബോട്ടില് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വായും, ഇപ്പൊ പോയില്ലെങ്കിൽ രക്ഷപ്പെടില്ല. അപ്പൊ അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എന്നെ ദൈവം രക്ഷിക്കും, നിങ്ങൾ പോയിക്കോ. അങ്ങനെ അവസാനം ഇങ്ങനെ ശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം വീടിന്റെ മുകളിലേക്ക് കയറി. അപ്പോൾ ഹെലികോപ്റ്ററിൽ പട്ടാളവും പോലീസൊക്കെ കൂടെ കൂടിയിട്ട് സഹായത്തോടു കൂടി അദ്ദേഹം രക്ഷിക്കാൻ വേണ്ടി ചെന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എന്നെ ദൈവം രക്ഷിക്കും, ഞാൻ വരുന്നില്ല. കാരണം ഞാൻ അത്രയും ദൈവഭക്തിയുള്ള ഒരാളാണ്. അങ്ങനെ അവസാനം എന്തായി, മലവെള്ളം വന്നു, വെള്ളപ്പൊക്കം വന്നു, മൊത്തം മൂടി, അദ്ദേഹം മുങ്ങി മരിച്ചു. അങ്ങനെ അദ്ദേഹം ദൈവത്തിന്റെ മുൻപിലെത്തി. കണ്ട ഉടനെ തന്നെ ദൈവത്തിനോട്, പെട്ട വാങ്ങി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണി കാണിച്ചു? ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ എന്നെ രക്ഷിക്കും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ
ആ വെള്ളപ്പൊക്കം വന്നപ്പോഴും അതിശക്തമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസമായിട്ട് ഞാൻ ഇരുന്നു. എന്നിട്ട് എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചു ചോദിച്ചു. അപ്പോൾ ദൈവം എടുത്തേക്ക് ഡോ വിഡി, ഞാൻ തനിക്ക് തോണിയിൽ ആളെ അയച്ചു, മറ്റുള്ള സഹായത്തിന് ആളെ അയച്ചു, എനിക്ക് വേണ്ടത്ര സമയം രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ആൾക്കാരെ അയച്ചു, ഹെലികോപ്റ്ററിൽ വരെ അയച്ചു. നീ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല എന്ന് പറയുന്ന പോലെ നമ്മളുടെ അധികം ആൾക്കാരുടെ അവസ്ഥ. നമ്മളുടെ ഉള്ളിലേക്ക് പല ആശയങ്ങളും പല ആഗ്രഹങ്ങളും പല അടയാളങ്ങളും ഇട്ട് തരുന്നുണ്ട് നമ്മൾ രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ല ഇത് നമുക്ക് യൂണിവേഴ്സ് ഇട്ട് തരുന്ന അവസരങ്ങളാണ് എന്നുള്ളത്. നമ്മളുടെ ലൈഫിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ നമ്മളുടെ ഇന്നർ ഗൈഡൻസ് പറയുന്നത് ഇതിന്റെ പുറകെ പോയാൽ ഞാൻ രക്ഷപ്പെടും, അങ്ങനെ വിശ്വസിക്കണം, ട്രസ്റ്റ് ചെയ്യണം, ഗോ ജംപ് ഇൻ ടു ഇറ്റ്. നമ്മളിൽ അധികം ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു 35 വയസ്സിന് ശേഷം പിന്നെ ഭയങ്കര പേടിയായുള്ളത്. ശരിയാണ്. ഒരു 25-20 വയസ്സിൽ പ്രായത്തിലോ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെ പ്രായത്തിലുള്ള നിൽക്കുന്ന സമയത്തുള്ള പോലെയല്ല. ഭയങ്കര പേടിയാണ്, പേടിച്ച് നിൽക്കുകയാണ്. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, ഇനി പരാജയപ്പെട്ടാൽ, വീട് വച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും, ഒന്ന് സെറ്റിൽ ആയില്ലെങ്കിൽ എന്ത് വിചാരിക്കും, മക്കളായില്ലെങ്കിൽ എന്ത് വിചാരിക്കും. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം ഇതാണ്, പക്ഷെ ഇവരുടെ കുറേ എക്സ്പെക്ടേഷൻസ്. ഇതാണ് നാട്ടുകാരുടെ ലക്ഷ്യം, വീട്ടുകാരുടെ ലക്ഷ്യം, അവരുടെ എക്സ്പെക്ടേഷൻസ് ഇതാണ്, അവരുടെ ചിന്തകൾ ഇതാണ്, അവരുടെ കാഴ്ചപ്പാട് ഇതാണ്, അവർക്ക് അതിനുള്ള അറിവേ ഉള്ളൂ. ഏറ്റവും രസകരമായ ഒരു കാര്യം, അവരുടെ അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ അത്ര ഹയർ ലെവലിൽ ചിന്തിക്കാൻ അറിയില്ല, അതിനുള്ള കോച്ചിങ് കിട്ടിയിട്ടില്ല, ഇതുപോലുള്ള ക്ലാസ്സുകളിൽ അവർ പങ്കെടുത്തിട്ടില്ല. സോ അതൊന്നും അറിയാത്ത അവരുടെ ആ കാഴ്ചപ്പാടിൽ നിന്ന് വരുന്ന എക്സ്പെക്ടേഷൻസ്, അവരുടെ ശരികളിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഒതുങ്ങി പോകുന്നു, പിടിച്ചു ലൈക്ക്. ബിക്കോസ് ഞാൻ പറയുന്നത് അത് ഇഗ്നോർ ചെയ്യണം, ധിക്കരിക്കണം എന്നല്ല പറയുന്നത്. അതിലേക്ക് അത് കേട്ടിട്ട് പേടിക്കരുത്, ഭയപ്പെടരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതവിടെ ഉണ്ടായിക്കോട്ടെ. യെസ്, വി ക്യാൻ ബി പാർട്ട് ഓഫ് ദാറ്റ്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി അത് ആ ഒരു സംഗതി അതിനനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നമ്മൾ സഹകരിക്കാനൊക്കെ നമ്മൾ തയ്യാറായാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ധൈര്യത്തോടു കൂടി ഇറങ്ങാതിരിക്കും. യു ഹാവ് ടു ഹാവ് എ ഫെയ്ത്ത്. വിശ്വാസം ഉണ്ടാകണം, ഇത് വിജയിക്കും, ഇത് നടക്കും, ഇതെന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നൊരു തോന്നൽ, ഒരു എക്സൈറ്റ്മെന്റ്. എന്നിട്ട് അതിലേക്ക് പരമാവധി പ്ലാൻ ചെയ്ത് പണിയെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇറങ്ങിത്തിരിക്കാം. ഡോറുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഡോറുകൾ മുട്ടുന്നത് തുടങ്ങണം. അതാണ് അടുത്ത പോയിന്റ് പറയാനുള്ളത്. ഗെറ്റ് ബ്രില്യന്റ് അറ്റ് ആസ്കിങ്. ചോദിക്കുന്നതിൽ അതിവിദഗ്ധന്മാരാവണം. എന്താണ്? പ്രപഞ്ച അവസരങ്ങൾ ഇങ്ങോട്ട് നമുക്ക് നീല ബോർഡ് വെച്ച് വരില്ല, ഞാൻ അവസരമാണെന്ന് പറയും, ഇതുപോലെ തോന്നലുകളായിട്ട് വരും. നിങ്ങൾ തേടുന്നത് എന്താണോ നിങ്ങളെ തേടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ തോന്നൽ വന്നത്. നിങ്ങൾ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യണം, ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നത് കൊണ്ടാണ് അത് നിങ്ങളുടെ മുൻപിലേക്ക് വന്നത്, അല്ലേ? നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഈ കോഴ്സിലേക്ക് നിങ്ങൾ വന്നത്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നത്. യെസ് ഓർ നോ? ലൈഫ് മടുത്ത് എൻ്റെ ലൈഫ് കൊണ്ട് എനിക്കൊരു മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചപ്പോൾ, അല്ലേ? ശരിയല്ലേ? ലൈഫിൽ എനിക്കൊരു പ്രതീക്ഷ വേണം, ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിച്ചപ്പോ, എനിക്ക് സഹായം വേണം, എനിക്ക് സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഇവിടേക്ക് എത്തി. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ആഗ്രഹത്തിൽ എനിക്ക് ഈ ഒരു കോഴ്സ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, ഈ ഒരു സംഗതി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, ഇത് ഞാൻ പഠിക്കേണ്ടതാണ് എന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഗോ ബിഹൈൻഡ് ഇറ്റ്. അതിന്റെ പുറകെ പോകണം, എക്സ്പ്ലോർ ചെയ്യണം, അടുത്ത കോഴ്സ് ചെയ്യണം, പഠിക്കണം. നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണോ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണോ? പലപ്പോഴും ഇൻകം വർദ്ധിപ്പിക്കേണ്ടി. ഇൻകം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇൻക്രീസ് യുവർ ഏണിംഗ് കേപ്പബിലിറ്റി, നിങ്ങളുടെ ഏൺ ചെയ്യാനുള്ള എബിലിറ്റി, ആ സ്കില്ല്.
അത് നിങ്ങൾ വർദ്ധിപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് പഠിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഇംപ്രൂവ് ചെയ്തേ പറ്റൂ. യു ഹാവ് ടു അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ യു ഹാവ് ടു ഇൻക്രീസ് ആൻഡ് ഇൻക്രീസ് ആൻഡ് ഇൻക്രീസ് ആൻഡ് ഇൻക്രീസ്. മനസ്സിലാവുന്നുണ്ടോ? സോ നെക്സ്റ്റ് എന്താണ്? അടുത്തത് എന്താണ്? യു ഹാവ് ടു ഇൻക്രീസ്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ വരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗെറ്റ് ബ്രില്യൻ്റ് അറ്റ് ആസ്കിങ്. ചോദിക്കുന്നതിൽ അതിവിദഗ്ധന്മാരാവും. എന്താ ചോദിക്കുന്നതിൽ അതിവിദഗ്ധന്മാരാവും എന്ന് പറയുന്നത്? അവസരങ്ങൾ നമ്മൾ ചോദിച്ചു ചെല്ലണം. സഹായങ്ങൾ നമ്മൾ ചോദിച്ചു ചെല്ലണം. അധികം ആൾക്കാരുടെ മടി എന്താ? ഞാൻ സഹായം ചോദിക്കുമ്പോൾ അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ അറിവില്ലാത്തവനാണല്ലോ, ഞാൻ കഴിവില്ലാത്തവനാണല്ലോ, ഞാൻ വില കുറഞ്ഞു പോകുമോ എന്ന ഈഗോ മാറ്റി വെച്ചിട്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ചെയ്യുക, ഭയമില്ലാത്ത, ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ചെയ്യുക, മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മൈൻഡേ ചെയ്യുന്നു. അവർക്ക് ആ ഹെൽപ്പ് വേണോ, ദേ വിൽ ഗോ ആൻഡ് ആസ്ക്. അവർ ചോദിക്കും ചെന്നിട്ട്. അവർ ചെന്നിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. They will go and ask. മനസ്സിലാകുന്നുണ്ടോ? അവര് ഹെൽപ്പ് ചോദിക്കും. ഹെൽപ്പ് ചോദിക്കുന്നതിലൂടെയാണ് എന്താ വെച്ചാൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ ഹെൽപ്പ് കിട്ടുകയുള്ളൂ. നമ്മളിൽ അധികം ആൾക്കാർ ചെയ്ത മിസ്റ്റേക്ക്, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ല, ഇവരെന്നെ ഹെൽപ്പ് ചെയ്യില്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ 100 പേരോട് ചോദിച്ചു നോക്ക്, 100 പേരോട് സഹായം ചോദിച്ചു നോക്ക്, സപ്പോർട്ട് ചോദിച്ചു നോക്ക്. കയ്യിൽ പണമില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ചിലപ്പോൾ നിങ്ങൾക്ക് കടം വാങ്ങിക്കേണ്ടി വരും. നമ്പർ എടുക്കുക, വിളിക്കുക, ചോദിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും, അവരോട് കൂടുതൽ സമയം ചോദിക്കുക, സഹായം ചോദിക്കുക. ഗെറ്റ് ബ്രില്യൻ്റ് അറ്റ് ആസ്കിങ്. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അവരെന്നെ സഹായിക്കില്ല, ഇവരെന്നെ സഹായിക്കില്ല, ആരും എന്നെ സഹായിക്കില്ല. സഹായിക്കും. നമുക്കറിയില്ല. 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേര് എന്തായാലും സഹായിക്കും. 3 പേര് യെസ് പറയുന്നവരെ. നിങ്ങൾ 100 പേരോട് ചോദിച്ചു നോക്ക്, 30 പേര് യെസ് പറയും. അതിലവസാനം 10 പേര് ഉറപ്പായിട്ടും ഓക്കെ പറയും. ഏറ്റവും ചുരുങ്ങിയത് മിനിമം 3 പേരെന്ത് ചെയ്യും? നിങ്ങൾക്കത് ചെയ്തു തരും. ഇതാണ് അതിൻ്റെ റേഷ്യോ. ഏറ്റവും മിനിമമാണ്. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ഒരാളോട് ചോദിക്കും, 2 ആളോട് ചോദിക്കും, 2 ആൾ യെസ് പറഞ്ഞു, നോ പറഞ്ഞു, 3-മത്തെ ഒരാളും കൂടി നോ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നടക്കില്ല, ആരും നമ്മളെ സഹായിക്കില്ല. യെസ് ഓർ നോ? നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ആ ബിസിനസ് വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലേക്ക് പണം വേണ്ടി വന്നേക്കാം, സപ്പോർട്ട് വേണ്ടി വന്നേക്കാം. ഗെറ്റ് ബ്രില്യൻ്റ് അറ്റ് ആസ്കിങ്. എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഫസ്റ്റ് എൻ്റെ ഞാൻ ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്ക് എന്ത് ട്രെയിനിങ് എടുക്കാൻ പറ്റും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നത്, എനിക്ക് അന്ന് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇംഗ്ലീഷിലെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ മൊഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് ഞാൻ എന്ത് ചെയ്തു? സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് മൊഡ്യൂൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റായിട്ട് പഠിപ്പിച്ച് നല്ല രീതിയിലേക്ക് മൊഡ്യൂള് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഒരു സ്ഥാപനം ഓൺലൈനിലൂടെ ചെയ്യുന്നത് ഒരു സ്ഥാപനമായിട്ട് നടത്തണം. എനിക്ക് കാലിക്കറ്റ് ടൗണിൽ തന്നെ വേണം. എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ ചെറിയ മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ബിൽഡിംഗ് ഓണർ ഉണ്ടായിരുന്നു. ഒരു ബിൽഡിംഗുള്ള ഒരാൾ.
ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ആകെ പരിചയം ഉണ്ടായിരുന്നത് കോഴിക്കോട് ടൗണിൽ ഒരു LIC ഏജന്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളെ എനിക്കൊരു പ്രോഗ്രാമിൽ വെച്ചിട്ട് പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, എനിക്കതിന് പറ്റിയ ഒരാളെ കണക്ട് ചെയ്ത് തരാമോ? എനിക്കിതിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്, പാർട്ണർഷിപ്പിൽ ഞാൻ എന്ത് ചെയ്തോളാം, അദ്ദേഹമായിട്ട് ബെനിഫിറ്റ്, ഒരു ബിൽഡിംഗ് ഓണർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇദ്ദേഹം എനിക്ക് ഒരു ബിൽഡിംഗ് ഓണറെ കണക്ട് ചെയ്തു. ഈ ബിൽഡിംഗ് ഓണറായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങളൊരു 50-50 പാർട്ണർഷിപ്പിൽ അദ്ദേഹം ബിൽഡിംഗ്, ഓഫീസ്, സംഗതികൾ, കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തു. റെന്റോ സംഗതികളോ ഒന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ഥാപനം അദ്ദേഹത്തിന്റെ മുകളിൽ, അതും നല്ല AC ഒക്കെ ഇട്ട് നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത് അടിപൊളി നല്ല ക്വാളിറ്റി ക്ലാസ് റൂം സൗകര്യത്തോട് കൂടിയിട്ട് അദ്ദേഹം എനിക്ക് തന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ക്ലാസ് എടുക്കാൻ ബിസിനസ് സ്ഥാപനത്തിന് പേരിട്ടു. ഓക്കെ, ഓസ്മോസിസ് ലീഡർഷിപ്പ് കോച്ചിങ് സെന്റർ എന്നുള്ള രീതിയിൽ സ്ഥാപനത്തിന് പേരിട്ടു. ഫസ്റ്റ് ഫോക്കസ് ചെയ്ത് സ്പോക്കൺ ഇംഗ്ലീഷിലാണ്. ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് നല്ല രീതിയിൽ. എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി? ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തുടങ്ങിയത്. ചോദിക്കുന്നതിലൂടെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സംതിങ് ഉണ്ടാകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് റിസോഴ്സ്ഫുൾനെസ്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു സംഗതിയും ഇല്ലാതിരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ എൻ്റെ കയ്യിൽ ട്രെയിനിങ് കോച്ചിങ് കാര്യം ഇതൊക്കെ അറിഞ്ഞു, എനിക്കിങ്ങനെ ബിസിനസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ പഠിച്ചു. ഒന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ നോക്കിയിട്ട് ക്ലാസ്സുകൾ കേട്ട് ഞാൻ പഠിച്ചു, റിസർച്ച് ചെയ്തു. അപ്പൊ ഒന്നുമില്ലാത്തടത്ത് കുറെ അറിവുകൾ ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിത് പഠിപ്പിക്കാൻ ഒരു സ്ഥാപനമില്ല. സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഒരാളെ പോയി കണ്ടു, സംസാരിച്ചു. അയാളുടെ അടുത്ത് നിന്ന് മറ്റൊരാളുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു, പാർട്ണർഷിപ്പ് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹവുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങി. ഒന്നുമില്ലാത്തടത്ത് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. യെസ് ഓർ നോ? ഇതിനെന്താ വേണ്ടത്? റിസോഴ്സ്ഫുൾനെസ്. റിസോഴ്സ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഗതി നിങ്ങളുടെ കയ്യിൽ വേണ്ട. മറ്റുള്ളവന്റെ പണം, മറ്റുള്ളവന്റെ ആശയം, മറ്റുള്ളവന്റെ അറിവ്, മറ്റുള്ളവന്റെ അനുഭവ സമ്പത്ത്, മറ്റുള്ളവന്റെ ബിൽഡിങ്, മറ്റുള്ളവന്റെ സ്വത്ത്, മറ്റുള്ളവന്റെ ഇതിനെ നമ്മൾ അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കാൻ തയ്യാറായാൽ അത് ഇങ്ങോട്ട് തരും. ബാർട്ടർ സമ്പ്രദായം അറിയോ പണ്ടത്തെ? അപ്പൊ നിങ്ങൾക്ക് ബിൽഡിംഗ് ഇല്ല, നിങ്ങൾക്ക് പണമില്ല, നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾക്ക് കണക്ഷൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കരുത്. എങ്ങനെ കണക്ഷൻസ് ഉണ്ടാകുന്നത്? പോകണം, യാത്ര ചെയ്യണം, ആൾക്കാരെ പോയി പരിചയപ്പെടണം. ഒരാളെ പരിചയപ്പെടുക, അടുത്ത ആളെ പരിചയപ്പെടുക, അടുത്ത ആളെ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടുക. നമുക്ക് അറിയില്ല, അതല്ലേ നേരത്തെ പറഞ്ഞു, ഗെറ്റ് ബ്രില്യന്റ് ടാസ്കിങ്. ചോദിക്കുന്നതിൽ അതിവിദഗ്ധന്മാരാണ്. മടി കാണിക്കരുത്. ഈഗോ മാറ്റി വെച്ചിട്ട് ചെന്ന് ചോദിക്കുക, വഴി ചോദിക്കുന്ന പോലെ ചോദിക്കുക. ചേട്ടാ, ഈ സ്ഥാപനത്തിന്റെ ഉടമാരാ? ഒരു സ്ഥാപനം കണ്ടു, ഈ സ്ഥാപനത്തിന്റെ ഉടമാരാണ്. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ പറ്റും. നമുക്കറിയാൻ പോലും. നമ്മളവിടെ ചെന്നിട്ട് ചോദിക്കുന്നു. ഈ അവിടെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു കടക്കാരനോട് ചോദിച്ചു. അപ്പൊ അയാൾ പറയണ അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, അദ്ദേഹം വലിയ ബിസിനസ് ഫാമിലിയിലുള്ള ഒരാളാണ്, അവർ കുറെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്, അപ്പൊ അതിന്റെ ഉടമയുടെ പേര് ഇന്നതാണ്, ഇദ്ദേഹം ഇങ്ങനെ ബെൻസ് കാറിൽ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? അയാളുടെ എത്ര കണ്ട് പരമാവധി അയാളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റുമോ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ഇയാളുടെ ബിസിനസ് ഇതാണ്, ഇയാളുടെ ഫാമിലി. പിന്നെയും ഇയാളെ പറ്റി ചോദിച്ചു. ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ചോദിച്ചതിന് ശേഷം ചെല്ലുമ്പോൾ അവിടെ വാച്ച്മാൻ ഉണ്ടാവും. അപ്പോൾ വാച്ച്മാനോട് ചോദിക്കും, ഇതെന്താ സ്ഥാപനം? സ്ഥാപനം ഇന്നതാണ്. ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ ഇതിന്റെ ബിൽഡിംഗ് ഓണർ ആളുടെ പേര് ഇന്ന ആളുടെ സ്ഥാപനമല്ലേ? തൊട്ടപ്പുറത്ത് കിട്ടിയ ഡാറ്റ ആയിട്ടാ ചെല്ലണം. ഇന്ന ആളുടെ സ്ഥാപനമാണല്ലേ? ആളുടെ സ്ഥാപനമാണ്. ആള് വലിയ ബിസിനസ്മാനാണ്, നല്ല കഴിവുള്ള ആളാണ്, ഉഷാറാണ്. എനിക്ക് ഭയങ്കര ആളുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആണ് ഞാൻ. എനിക്ക് സാറിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, എന്തെങ്കിലും വഴി ഉണ്ടാവുമോ? അപ്പൊ ഇതിനിടയിൽ സംസാരിക്കുന്ന സമയത്ത് അപ്പൊ അവര് പറയും, നിങ്ങൾ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചോളൂ, അവിടെ ചെന്ന് ചോദിച്ചോളൂ എന്ന് പറയും. അപ്പൊ നമുക്ക് അവിടെ അടുത്ത എൻട്രി ഓപ്പൺ, അവിടെ ചെന്നിട്ട് സംസാരിക്കുന്നു. അപ്പൊ അവര് പറയുന്നു, ഇല്ല നമുക്ക് സാറിനെ അങ്ങനെ കാണാൻ കഴിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിന്റെയൊക്കെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിക്കുമെന്ന്,
ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു, ഉഷാറാണോ, കാര്യങ്ങളൊക്കെയാണോ, ഇവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, സെയിൽസ് ഒക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അതിനിടയിൽ പറയും ഞാനൊരു ബിസിനസ് സെയിൽസ് കൺസൾട്ടൻറ്റും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ചിലപ്പോൾ അതിനിടയിൽ അവിടെ എന്തെങ്കിലും കണ്ടിട്ടുള്ള പോരായ്മകൾ ചിലപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയും ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറാവും കേട്ടോ, ഇതൊന്ന് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും, എന്തെങ്കിലും ടിപ്സുകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് നോർമലി കടന്നു വന്ന ഒരാളല്ല, സംതിങ് എന്തോ അറിവുള്ള കഴിവുള്ള ഒരാളായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സംഗതികൾ കൊടുത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് ബെനിഫിറ്റ് ചെയ്ത് അവിടെ കയറി ചെല്ലുകയാണ്. അങ്ങനെ എനിക്ക് സാറിന് ഒരു ദിവസം കാണാൻ താല്പര്യമുണ്ട്, സാറിന് ഒരു കോൺടാക്ട് നമ്പറോ കാർഡോ അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റോ കിട്ടുമെന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോൾ അധികം ആൾക്കാരും അപ്പൊ തന്നെ കാണാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വളരെ തിരക്ക് പിടിച്ച MA യൂസുഫ് അലി സാഹിബിനെ പോലുള്ള ആൾക്കാരുടെ അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടില്ല. അവരുടെ എന്താ പറയുക, പേഴ്സണൽ എക്സിക്യൂട്ടീവ്സ് ഉള്ളവർ വളരെ കുറവാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. പേഴ്സണൽ എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റുമാരോ ഉള്ളത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പലരുടെയും കോൺടാക്ട് നമ്പർ കിട്ടാം, പലരുടെയും മീറ്റിംഗ് അപ്പൊ തന്നെ പോസിബിൾ ആയെന്ന് വരും. നമ്മൾ അങ്ങോട്ട് ചെല്ലുക, ചോദിക്കുക, എന്നിട്ട് അവരോട് പരിചയപ്പെടുക. അപ്പൊ അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ വർക്കിനെ പറ്റി എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അവരോട് പറയാം, ആത്മാർത്ഥമായിട്ട് പറയും നിങ്ങൾ ഈ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കേട്ടോ, സാറിനെ പറ്റി ഞാനിങ്ങനെ ചോദിച്ചു, ഇന്ന ആളോട് ചോദിച്ചു, അപ്പോൾ ആൾ ഇന്ന ഇന്ന രീതിയിലൊക്കെ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, സാറൊന്ന് മീറ്റ് ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ സംസാരിച്ച് അടുത്തൊരു ലെവലിൽ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം പറയും, പറയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. സാർ എത്ര കാലമായി, ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ സാറിനെ പറ്റി എന്ന് അറിയുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിക്കുകയാണ്. എത്ര കാലമായി സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? വളരെ അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ ചോദിക്കും, അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാം. എല്ലാവർക്കും എന്നെക്കുറിച്ച് ഒരാളിങ്ങനെ ചോദിക്കുന്നത് വളരെ താല്പര്യത്തോടു കൂടി ചോദിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. താല്പര്യത്തോട് കൂടിയിട്ട് അയാളോട് ചോദിക്കുക. നല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക, അതിൻ്റെ കൂടെ ചോദിക്കുകയും ചെയ്യും. സാറിന് ഈ ഒരു വർക്ക് ഭയങ്കര ഇഷ്ടമായി, സാർ എങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തി? ഇത് പറയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്, അവനവന്റെ കഥകൾ പറയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് സാറോ, കാരണം അവർ കഷ്ടപ്പെട്ട് വന്ന കഥയാണ്, ആ യാത്രയാണ്, അത് പറയാൻ അവരത് പറയുന്നതിനിടയിൽ എന്ത് ചെയ്യും, പിന്നെ അവരോട് ചോദിക്കുക ഇനിയിപ്പോ സാറിന്റെ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താ, അപ്പോഴും വീണ്ടും അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ പറയാം. അധികം ആളുടെ കേസാണ് ഞാൻ പറയുന്നത്, അത് ചോദിക്കാം. ആ ഓക്കെ, അങ്ങനെ അങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ശരിക്ക് നല്ല സ്റ്റാഫുകളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. ഇത്രയും നല്ല സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഇത്രയും വലിയ രീതിയിലൊക്കെ മുന്നോട്ട് പോകും പലപ്പോഴും വലിയൊരു ചലഞ്ചാണെന്ന് വെച്ചാൽ നല്ല സ്റ്റാഫുകളെ കിട്ടാന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടോ? ഇത് അധികം ആൾക്കാർക്കും ഉണ്ടാവും, എന്തെങ്കിലും സ്റ്റാഫിനോ അല്ലെങ്കിൽ ടീമിനോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള ചോദ്യം, അദ്ദേഹത്തിന് തോന്നുന്നത് ഇവൻ പ്രത്യേകതയുള്ള ഒരാളാണ്, ഇവള് കൊള്ളാം അല്ലെങ്കിൽ ഇവൻ കൊള്ളാം എന്നൊരു നമുക്കൊരു ഒരു 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 ചിലപ്പോൾ വരും, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ അതിനിടയിൽ എന്ത് ചെയ്യാം, എന്തായാലും സാറിനെ കണ്ടതിൽ വളരെ സന്തോഷം എന്ന് പറയാം, കാര്യങ്ങളൊക്കെ ചോദിക്കുക, എന്ന് പരിചയപ്പെടുക, അത്രയും മതി. അവിടുന്ന് പോരുക. പിന്നെയും കുറേ നാളുകൾ കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് സാറിന് നമ്പർ എന്തെങ്കിലും വാങ്ങും, എന്നിട്ട് പിന്നെ സാറിന് നമ്പർ വാട്സപ്പിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിളിക്കുകയോ മെസ്സേജുകൾ എന്തെങ്കിലും ഷെയർ ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് ഇടയ്ക്ക് ആ വഴിക്ക് പോകുന്ന സമയത്ത് സാർ ഞാൻ ഈ വഴിക്ക് വരുന്നുണ്ട്, ഒന്ന് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു, സാറിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒന്നുമില്ല ചുമ്മാ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിനും ചിലപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവും, കാരണം നമ്മളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അതിനിടയിൽ എന്ത് ചെയ്യുക, സാറിന് പറ്റി ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുക, എന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അത് അന്ന് ഞാൻ സാറിനെ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒന്നുമില്ല എൻ്റെ സന്തോഷത്തിന് ഇവിടെ നിന്നോട്ടെ എന്ന് പറയാം, ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ബിസിനസ്സോ സംഗതികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സാമ്പിൾസ് ഫുഡ് പ്രോഡക്ട്സോ കാര്യങ്ങളാണെങ്കിൽ സാർ ഇത് ഞാൻ വാങ്ങിച്ചുള്ള ഫുഡ് പ്രോഡക്ട്സ് അങ്ങനെ കൊടുക്കും. ഓട്ടോമാറ്റിക്കലി നമ്മളെ അയാൾ മറക്കൂല. അങ്ങനെ ബന്ധം ഒന്നുകൂടെ ഊഷ്മളമായി കുറച്ചുകൂടെ ഇതായി സംഗതികളായി. അങ്ങനെ അവസാനം എന്ന് വെച്ചാൽ ആ ബന്ധം മുന്നോട്ട് പോകുന്നതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പോ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം, സാർ എനിക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട്, ഞാൻ സാറുമായിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, സാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നമ്മളങ്ങ് ചോദിച്ചാൽ മതി, ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും.
നല്ല ബന്ധമുണ്ടാക്കി, നിങ്ങൾ നല്ല അറിവ് കൊടുത്ത്, നല്ല സപ്പോർട്ട് അദ്ദേഹത്തിന്. ഇതിനൊക്കെ ഇടയിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഓരോ മീറ്റിംഗിൽ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നമുണ്ട്, ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾക്ക് പഠിക്കാൻ കുറച്ച് മടിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു ട്യൂഷൻ ടീച്ചർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഓരോന്നിനും നമ്മൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് നമ്മളോട് നല്ല വിശ്വാസം ഉണ്ടാകും, നല്ല ഇഷ്ടമുണ്ടാകും, നമ്മളെ കൂടുതൽ അദ്ദേഹം സ്വീകരിക്കും. ബിക്കോസ് നമ്മൾ അദ്ദേഹത്തോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്, അദ്ദേഹത്തെ സഹായിക്കുകയാണ്, നല്ലൊരു ബന്ധമുണ്ടായി. അതാണ് അടുത്ത എൻ്റെ പോയിന്റ്. ഹെൽപ്പ് അതർ പീപ്പിൾ ടു അച്ചീവ് ദെയർ ഗോൾസ്. അതാണ് ഫാസ്റ്റസ്റ്റ് ഷോർട്ട് കട്ട്. ലോകത്തിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ട്, ഹെൽപ്പ് അതർ പീപ്പിൾ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, പോയി പരിചയപ്പെടുക, ഹെൽപ്പ് ചെയ്യുക, പോയി പരിചയപ്പെടുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ഹെൽപ്പ് ചെയ്യുക. ബി ഹെൽപ്ഫുൾ സോ ദാറ്റ് യു ക്യാൻ ബി ഹോപ്പ്ഫുൾ. നിങ്ങൾ ഹെൽപ്ഫുൾ ആകും തോറും നിങ്ങൾ ഹോപ്പ്ഫുൾ ആകും. മറ്റുള്ളവരെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കാൻ സാധ്യതയുള്ള, കഴിവുള്ള, കപ്പാസിറ്റി ഉള്ള, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഹോപ്പ്ഫുൾ ആകാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ് എ ഗ്രേറ്റ് ഐഡിയ? നല്ലൊരു ഗ്രേറ്റ് ഐഡിയ ആണോ? കമന്റ് പറയും അല്ലേ? ഇസ്ന്റ് ഇറ്റ് എ ഗ്രേറ്റ് ഐഡിയ? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഹെൽപ്പ് ചെയ്യുക, ഇതാണ് എന്താ വെച്ചാൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. സോ ഗോ ഔട്ട് ദർ, ഹെൽപ്പ് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് ദേ വിൽ ഹെൽപ്പ് യു ബാക്ക്. അപ്പൊ അത് നമ്മൾ ചെയ്യാതെ നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുന്നത് ഗെറ്റ് ബ്രില്യൻറ്റ് അറ്റ് ആസ്കിങ്, ചോദിക്കുന്നതിൽ അതിവിദഗ്ധന്മാരാവണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഇങ്ങനെയാണ് അതിവിദഗ്ധമായിട്ട് ചോദിക്കുക. എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് അവരെ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരോട് ചോദിച്ചറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ അടുത്ത് വന്നിട്ട് പൈസ പോലും ചിലപ്പോൾ ഇറങ്ങില്ല. നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പലർക്കും പലതും എവിടെ കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടാകണം. ആ അറിവ് നിങ്ങൾ വർദ്ധിപ്പിക്കണം, ജനറൽ നോളജ് നിങ്ങൾക്കുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തേടണം. ഒരാളുടെ പ്രശ്നം ഒരാൾക്ക് കേൾക്കുമ്പോൾ അയാളുടെ പ്രശ്നം എനിക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതിന് ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യണം, ആരെ ബന്ധപ്പെടണം, ഗൂഗിളിൽ എങ്ങനെ സെർച്ച് ചെയ്യും, എന്നിട്ട് അത് സെർച്ച് ചെയ്തിട്ട് അവർക്ക് അപ്പം തന്നെ പറഞ്ഞു കൊടുക്കുക. അതൊരു നല്ല അറിവായിരിക്കാം, ഒരു കണക്ഷൻ കൊടുക്കുന്നതായിരിക്കാം, സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കാം. സോ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് വന്നു, നിങ്ങൾക്കൊരു സഹായം വേണം, അത് അവരോടും ചോദിക്കാം. ബിക്കോസ് നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് നോ പറയാൻ കഴിയില്ല. അവർക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ സഹായിച്ചാൽ മതി, അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അവർക്ക് സാധിക്കാത്തത് അവരുടെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. സാധിക്കുകയാണെങ്കിൽ ചെയ്താൽ മതി, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ചോദിക്കുക, ദാറ്റ്സ് ഓൾ. ചോദിച്ചൂടെ? ഈ ചോദിക്കുന്നതിന് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. ചോദിച്ചാൽ ഒരാളെ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോവായിരുന്നു. ഒരു പാപ്പാനുണ്ട്, ഒരു ആനയും കൊണ്ടുവന്നില്ല നടന്നു വരും. അപ്പൊ പിന്നെ സിമ്പിളായിട്ട് ചോദിച്ചു, ചേട്ടാ ഈ ആനയെ തരുമോന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ്. അപ്പൊ നേരെ പാപ്പൻ പറഞ്ഞു, ഇല്ല, തരാൻ പറ്റില്ല. അതെങ്ങനെ തരാൻ പറ്റുന്നത്, നിങ്ങൾ എന്ത് ചോദിക്കുന്നു ചോദിച്ചു. കൂടെയുള്ള സുഹൃത്ത് ചോദിച്ചു, അതെ നീ എന്താടാ ഇങ്ങനെ ചോദിച്ചത്? അപ്പൊ അവൻ പറഞ്ഞു, പോയ ഒരു ചോദ്യമല്ലേ, കിട്ടിയാലൊരു ആനയല്ലേ, അങ്ങ് ചുമ്മാ ചോദിക്കുക, ചിലപ്പോ തന്നാലോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സഹായം ചോദിച്ച് ചിലപ്പോ കിട്ടിയാലോ. അപ്പൊ പേടിച്ചു നിൽക്കല്ലേ. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. സഹായം ചോദിക്കുക, സപ്പോർട്ട് ചോദിക്കുക, അവസരങ്ങൾ ചോദിക്കുക, കച്ചവടം ചോദിക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കണോ, അവിടെ കടയിൽ ചെന്ന് ചോദിക്കുക, സാർ എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇവിടെ വെച്ചോട്ടെ, ഇത് വിറ്റ് പോയിട്ട് സാറ് പൈസ തന്നാൽ. നമ്മുടെ വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ അത് വിറ്റ് പോകില്ല, കിടന്നു പോവുള്ളൂ. അവിടെ കടയിൽ കൊണ്ടുകൊടുത്തിട്ട് പറയാം, സാർ ഇത് വിറ്റ് പോവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് പൈസ തന്നാൽ. എന്നിട്ട് ആ കടയിൽ കൊണ്ടു കൊടുക്കുക, അവിടെ ഡിസ്പ്ലേ ചെയ്യട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അത് വിറ്റ് പോകാൻ വേണ്ടി. അപ്പൊ അവിടെ കൊണ്ടു കൊടുക്കുക. അവരുടെ അടുത്ത് പറയാന്ന് വെച്ചാൽ
വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകും, ആരും വാങ്ങില്ല, ആരും അറിയില്ല. അവരുടെ അടുത്തൊരു കടയുണ്ട്, കടക്കാരൻ്റെ അടുത്ത് എന്താ ഉള്ളത്? കടക്കാരൻ്റെ അടുത്ത് നാട്ടുകാർ കാണുന്ന രൂപത്തിൽ, നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ഥലത്ത് എന്തുണ്ട്? ഒരു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് അവിടെ ഉണ്ട്. അവിടെ കൊണ്ട് വെച്ചാൽ മതി. അവരോട് പറയും വിറ്റ് പോയിട്ട് ക്യാഷ് തന്നാൽ മതി. അപ്പൊ അതിന്റെ കണക്ക് കറക്റ്റായിട്ട് എടുക്കുക. ഇത്ര സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ, ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലുക. ഒരെണ്ണം വിറ്റ് പോയിനോ, അതിന്റെ പകുതി ക്യാഷ് വാങ്ങിച്ചു, അതിന്റെ ലൈക്കിനോ അദ്ദേഹത്തിനുള്ള കമ്മീഷനും കൊടുത്തിട്ട് ബാക്കി ക്യാഷും വാങ്ങിച്ചിട്ട് നമ്മൾ പോരാം. അദ്ദേഹത്തോട് പറയാം, ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് എടുക്കാം, നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും, ഇതിന്റെ ഈ ഒരു മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇതാണ്, ആ പ്രൈസിനുള്ളിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിൽക്കാം, എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വിൽക്കാം. അദ്ദേഹം നിങ്ങളെ വിൽക്കാൻ സഹായിക്കും. യെസ്. നമ്മൾ ചോദിക്കുക. നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് ഉണ്ട്, നമ്മുടെ അടുത്ത് ആശയമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, സംഗതികളുണ്ട്. പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനി നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ അടുത്തുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇനി പ്രോഡക്റ്റ് ഇല്ല, എന്നാൽ പ്രോഡക്റ്റ് കയ്യിലുണ്ടായിട്ട് കുടുങ്ങിയാക്കുന്ന ഒരാളുണ്ട്. ഇത് വിൽക്കാൻ കഴിയുന്ന വേറൊരുത്തരുണ്ട്. ഇവർ രണ്ടുപേരും കണക്റ്റഡ് അല്ല. ഇവർ രണ്ടുപേരും കണക്ട് ചെയ്യുന്നു. ഇവരോട് പറയുന്നു പ്രോഡക്റ്റ് ഇത് ഞാൻ വിറ്റു തരാം എന്ന് ഇയാളോട് വന്ന് പറയുന്നു. നിങ്ങളല്ല വിൽക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് വിൽക്കാൻ പറ്റിയ വേറെ ആളെ കണ്ടത്. അയാളോട് പറയുന്നു, ഞങ്ങളുടെ അടുത്ത് നല്ല പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരും, നിങ്ങൾ അത് വിറ്റ് തന്നാൽ മതി. അപ്പൊ അദ്ദേഹത്തിനോട് പറയുന്നു വെച്ചാൽ, ഈ പ്രോഡക്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ഞാൻ വിൽക്കാം. വിൽക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു കമ്മീഷൻ കൊടുക്കുന്നു, ഇയാളുടെ പ്രോഡക്റ്റ് എടുത്ത് വിറ്റു. ഇതാണ് റിസോഴ്സ്ഫുൾനെസ്. നിങ്ങളടുത്ത് ഒരു പൈസ വേണ്ട, ഒരു പ്രോഡക്റ്റ് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങൾ കച്ചവടം ചെയ്തോ, അതിലൊരു കമ്മീഷൻ നിങ്ങൾ എടുക്കുന്നു. ചെറിയ കമ്മീഷൻ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് മതി. കാരണം നിങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ, നിങ്ങൾ വിറ്റിട്ടുമില്ല, പണിയെടുത്തിട്ടുമില്ല. നിങ്ങളെടുത്ത് ഈ സാധനം ഇവിടുന്ന് എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇയാളെ ഏൽപ്പിച്ചു. ഇയാളോട് പറയുന്നു, ക്രെഡിറ്റിന് എനിക്ക് സാധനം തരണം, ഇത് വിറ്റിട്ടാനേ എനിക്ക് പൈസ തരാൻ പറ്റും. അങ്ങനെ ചെന്ന് ചോദിച്ചാൽ കിട്ടുമോ? എത്രയോ ആൾക്കാർ അങ്ങനെ തരാൻ തയ്യാറുള്ളവരുണ്ട്. കാരണം കച്ചവടം ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതാരെങ്കിലും ഒന്ന് വന്ന് വിറ്റ് തന്നാൽ മതി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒരു ചതിയോ ഒരു വഞ്ചനയോ ചെയ്യാതെ ഇവിടെ കച്ചവടം നടക്കുമ്പോൾ ആ പൈസ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക. വേറെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഇല്ല, നിങ്ങളുടെ ബ്രാൻഡിൽ പ്രോഡക്റ്റ് ഇറക്കണം. വേറെ ആൾക്കാർ ഒരുപാട് ഫാക്ടറിയിൽ ഇങ്ങനെ പ്രോഡക്റ്റ് ഇറക്കുന്നവരുണ്ട്. അവരെടുത്ത് പോയിട്ട് പറയുന്നു, എനിക്ക് ഈ ഒരു ബ്രാൻഡ് ലോഗോയിൽ പ്രോഡക്റ്റ് വേണം, ഇത് ഞാൻ വിറ്റ് തരാം. നേരെ ഇവരുടെ അടുത്ത് പ്രൊഡക്റ്റ് എടുക്കുന്നു, നിങ്ങൾ അതെന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പാക്കിങ്ങിൽ ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റിയുള്ള ആൾക്കാരുടെ അടുത്ത് പ്രിന്റ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ പാക്കിങ്ങിൽ എന്ത് ചെയ്യുന്നു, അവസാനം നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ബ്രാൻഡാക്കിയിട്ട് വേറെ ആൾക്കാർക്ക് വിൽക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് സീറോയിൽ നിന്ന് ഹീറോ ആവുന്നത്. ബിസിനസ് ആയിക്കോട്ടെ, നല്ല കാര്യങ്ങളായിക്കോട്ടെ, എന്ത് സംഗതികളും, ഒരാൾ വിജയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റിസോഴ്സ്ഫുൾനെസ് ആണ്. അത് അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ്, പ്രത്യേക രീതിയിലുള്ള തിങ്കിങ് ആണ്. എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും, ഇത് ആലോചിക്കുക. ബെനഫിറ്റ്സ് കൊടുക്കുക, ബെനഫിറ്റ്സ് ഷെയർ ചെയ്യുക. വെൻ യു ഷെയർ ബെനഫിറ്റ്സ്, you can build a great, beautiful business. From zero, you create everything. From zero, you don't need to have anything. നമ്മൾ വിചാരിക്കും ബിസിനസ് തുടങ്ങാൻ, കാര്യങ്ങൾ ചെയ്യാൻ, ഇതൊക്കെ ഇപ്പൊ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എത്രയോ ബിസിനസ്സുകളുണ്ട്. എല്ലാവരും ആദ്യം തുടക്കത്തിൽ ഇത് സീറോയിൽ നിന്ന് ഉണ്ടാവുന്നത്, ആദ്യം ഒരു ആശയത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. വിശ്വസിക്കുക, ആശയങ്ങളിലാണ്, തോന്നലുകളിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ഒരു ചിന്തയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ഒരു ചിന്തയ്ക്ക് അപാരമായ സാധ്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ടത്. ഒരു ചിന്തയിൽ വലിയൊരു നഗരം ഒളിഞ്ഞു കിടക്കുന്നു, ഒരു ചിന്തയിൽ വലിയൊരു വ്യവസായം ഒളിഞ്ഞു കിടക്കുന്നു. ഒരു ചിന്തയ്ക്ക് എത്രത്തോളം പവർ ഉണ്ടെന്ന് വെച്ചാൽ ആ ചിന്തയ്ക്കുള്ളിൽ ഒരു വലിയ നാട്ടിലെ നിയമങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. ഒരു ചിന്തയിൽ നിയമവ്യവസ്ഥിതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, വലിയ സിസ്റ്റങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു കുടുംബം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം ഒരു ചിന്തയിൽ, ആ ചിന്തയ്ക്കുള്ളിലാണ് നിങ്ങളുടെ മക്കളടക്കം ഒളിഞ്ഞു കിടക്കുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മക്കൾ,
അവരുടെ മക്കള്, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, ആ തലമുറ മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്നു നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന്റെ ചിന്തയ്ക്കുള്ളിലാണ്. വിവാഹം കഴിക്കണം എന്നൊരു ചിന്തക്കുള്ളിൽ. Yes or no? ഒരു ബിസിനസ് തുടങ്ങണം എന്ന ചിന്തക്കുള്ളിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ആ വലിയ ബിസിനസ് സാമ്രാജ്യം, ധീരുഭായ് അംബാനിയുടെ വലിയ ബിസിനസ് സാമ്രാജ്യം ഇന്ന് കിടക്കുന്നത് അയാളുടെ ഒരു ചിന്തയിൽ നിന്നുണ്ടായതാണ്. ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങിയതാണ്. ആ ഒരു ചിന്തയുടെ പുറകിൽ പോകണം. നിങ്ങൾക്കുള്ളിൽ വരുന്ന ചിന്തകൾ അപാരമായ സാധ്യതകൾ ഉള്ളതാണെന്നും ഇന്ന് ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതയിലേക്ക് ഞാൻ നിരന്തരം അതിന്റെ പുറകെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് സാധ്യതയിലേക്ക് അതെന്നെ എത്തിച്ചു തരും. സോ ട്രസ്റ്റ്, ഹാവ് ഫെയ്ത്ത്. വിശ്വസിക്കുക, ആ യാത്രയിൽ വിശ്വസിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക. അതിന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്താ വെച്ചാൽ EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിന്റെ മാസ്റ്ററി നിങ്ങൾക്ക് നേടാൻ, ഈ അപാരമായ സാധ്യതയിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ 30 ദിവസത്തെ കോച്ചിങ്ങിലൂടെ നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്ത്, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ ചൈൽഡ്ഹുഡ് ട്രോമാസും ഹീൽ ചെയ്ത്, അതിനെല്ലാം നമ്മൾ ട്രോമാസ് ഹീൽ ചെയ്തതിനു ശേഷം നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട ഒരു പുതിയ സാധ്യതയിലേക്ക് കണ്ണു തുറക്കുന്നതിന് നമ്മളെ റീപ്രോഗ്രാം ചെയ്യുന്ന, ഹീൽ ചെയ്തിട്ട് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ടോ? കം ടു ദ പ്രോഗ്രാമിലേക്ക് വരിക ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഇത്രയും വലിയ സാധ്യതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ട്രോമകളുണ്ട്, ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, ഇമോഷണൽ ബ്ലോക്കുകളുണ്ട്, നമ്മുടെ സമ്പൽ സമൃദ്ധി ആയിരിക്കും, നമ്മുടെ അസുഖങ്ങൾ മാറാത്തത്, നമ്മുടെ അഡിക്ഷൻസ് മാറാത്തത്, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് മാറാത്തത്, നമ്മുടെ മടി മാറാത്തത്, നമ്മുടെ ദേഷ്യം മാറാത്തത്, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട്, മാറാത്തത് കൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റക്കായിരിക്കും. ആ സ്റ്റക്കിൽ നിന്ന് അൺസ്റ്റക്ക് യുവർ സെൽഫ്. നിങ്ങൾ അൺസ്റ്റക്ക് ചെയ്യപ്പെടാം. നിങ്ങൾ അതിൽ നിന്ന് ഫ്രീഡം നേടണം. നിങ്ങൾ അതിൽ നിന്ന്, ആ ചെങ്ങലകളിൽ നിന്ന് എന്ത് ചെയ്യണം? മോചിതനാവണം. എന്നിട്ട് പറക്കണം. അത് മോചിതനാവണം എന്നുണ്ടെങ്കിൽ ഹീലിംഗ് നടക്കണം, ട്രോമ ഹീലിംഗ് നടക്കണം. EFT പ്രോഗ്രാം എന്താണ്? നിങ്ങളുടെ ഹെൽത്ത് ബ്ലോക്ക് റിമൂവ് ചെയ്യുന്ന, നിങ്ങളുടെ വെൽത്ത് ബ്ലോക്ക് റിമൂവ് ചെയ്യുന്ന, നിങ്ങളുടെ സ്പിരിച്വൽ ബ്ലോക്ക് റിമൂവ് ചെയ്യുന്ന, ഫാമിലി റിലേഷൻഷിപ്പ് ബ്ലോക്ക് റിമൂവ് ചെയ്യുന്ന ഒരു ടാപ്പിംഗ് ടൂളാണ്. ഇത് പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യണം? ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ജേണിയിൽ ഇത് നിങ്ങൾക്കൊരു അടയാളമാണ്. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ഈ വാക്കുകൾ ഇപ്പൊ കേൾക്കുന്നു? ബിക്കോസ് ദിസ് ഈസ് എ സൈൻ. ഒരു അടയാളമാണ്. നിങ്ങൾ ഇത് ചെയ്തിരിക്കണം, നിങ്ങളത് പഠിച്ചിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്തിരിക്കണം എന്ന അടയാളം. ആ അടയാളത്തിലേക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ, ആ അവസരം നിങ്ങൾ കേൾക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. സാറ് സ്റ്റക്കായോ? ഹലോ സാർ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പക്ഷെ സാറിനെന്താ പറ്റിയേ? സാറിന്റെ വോയിസ് ഇല്ലല്ലോ. നെറ്റ് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു സാറിന്റെ.
സാറ് വരുന്നത് വരെ ആരെങ്കിലും സംസാരിക്കോ? ബിന്ദു മാം മറ്റോ? എന്നറിയില്ല. എല്ലാവർക്കും കട്ടായിട്ടുണ്ടായിരുന്നോ അതോ എനിക്ക് മാത്രമാണോ കട്ടായത്? ശരത് എന്നെ ഒന്ന് ലൈക്ക് സാറിന് ഞാൻ മാത്രമേ. ഓക്കെ, അപ്പൊ എന്തോ എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ സംഭവിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓൾറൈറ്റ്. അപ്പൊ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, നാളെ 30-ാം തീയതിയാണ്. നാളെ നമ്മളുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരവസരം നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. നാളെ മുതൽ പുതിയൊരു ജന്മം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വേദനകളില്ലാത്ത, അസുഖങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത ഒരു പുതിയ ജീവിതം, ഒരു പൊതുജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജേണിയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ബിക്കോസ് ഇതൊരു അടയാളമാണ്. നിങ്ങളിത് കേട്ടതൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും. മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും. ഇനിയും ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ടോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ ചേഞ്ച് യുവർ ലൈഫ്. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ട്രാൻസ്ഫോം യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഓൾറെഡി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. പങ്കെടുത്തുള്ള ആൾക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസുകൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അല്ലെ, എന്താണ്, എത്രത്തോളം മാറ്റമുണ്ട്, എത്രത്തോളം ഈ ഒരു EFT എന്ന് പറയുന്ന ടൂള് പഠിച്ചതിലൂടെ എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ളത് പല ആൾക്കാർക്കും ഇവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഹു ഇസ് റെഡി ടു ഷെയർ യുവർ എക്സ്പീരിയൻസ്? ആ ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യാം. നമ്മളുടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷമുള്ള ലൈഫിലുള്ള ചേഞ്ചസ്. സെലീന, ആർ യു ദേർ? ഓർ ലൈക്ക് എനിബഡി ക്യാൻ ഷെയർ. ബിന്ദു മാം പറഞ്ഞോളൂ. താങ്ക് യു സർ. താങ്ക് യു സോ ഞാൻ മച്ച്. കേൾക്കാമോ? കേൾക്കാം. ഞാൻ EFTയിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. കാരണം നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറാൻ, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അതിൽ നിന്നൊക്കെ റിലീഫ് വരാൻ എല്ലാം തന്നെ നമുക്ക് EFT കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള ഞാൻ അനുഭവത്തിൽ കൂടെ പറയാണ്. നിങ്ങൾ EFT ചെയ്താല് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കുന്ന ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാണ്. അപ്പോ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്റെ ചിന്തയില്, എന്റെ ബിലീഫ് സിസ്റ്റത്തിലൊക്കെ മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ആശയങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പുതിയ, എന്താ പറയാ, ഒരു പുത്തൻ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സായിട്ട് എനിക്ക് അതിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ വളരെ ഡൗൺ ആയിട്ട് നിന്നൊരവസ്ഥയിലായിരുന്നു മുമ്പോട്ട് പോയിരുന്നത്. ഇപ്പൊ ഒത്തിരി മാറ്റം വരാൻ തുടങ്ങി. അത് EFTന്റെ ഒരു EFTക്കാണ് താങ്ക് യു പറയുന്നത്. പിന്നെ സാറോട് എനിക്കൊരു കൺഗ്രാജുലേഷൻ പറയാനുള്ളത്, ഞാൻ EFT പിന്നെ ചെയ്തിരുന്നു റിയയ്ക്ക് വേണ്ടിയിട്ട്. എന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനെ കിട്ടി. ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് അല്ല, ഒത്തിരി ഫ്രണ്ട്സിന് ഇതിന് വന്ന ശേഷം കിട്ടി. അത് ഏറ്റവും വലിയ നേട്ടമായിട്ട് കരുതാണ്. അപ്പൊ ഞങ്ങൾക്ക് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ്. അപ്പോ അവൾക്ക് വേണ്ടി ഞാൻ EFT പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന, ഓപ്പനോ പ്രാർത്ഥന ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ ഒരു കോൾ എന്നെ തേടി വരണം ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ നിന്നായിരുന്നു എന്റെ ഒരു പിന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതെനിക്ക് സാധിച്ചു. അവൾ എന്നെ വിളിച്ചു, അവൾ എനിക്ക് മെസ്സേജ് ചെയ്തു, അവള് നാട്ടിലെത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു താങ്ക് യു പറയാണ് സാറിനും EFTക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരിലേക്ക് വരിക പറയാനുള്ളത് കേട്ടോ. എല്ലാവരും വരണം. സന്തോഷായി, ഞങ്ങളെല്ലാവരും പ്രാർത്ഥന. തീർച്ചയായിട്ടും. അപ്പോൾ ലൈക്ക് ഒരു കാര്യം ചെയ്യട്ടെ ബിന്ദു മാം, നമ്മൾ ഓൾറെഡി നിങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഞാൻ വളരെ ഹെൽത്തിന്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ എന്റെ ഗോൾ തന്നെ ഹെൽത്ത് ആണ്. ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഒരു 3 വർഷത്തോളം വളരെ ഡൗൺ ആയി പോയ ഒരാളാണ് ഞാൻ. വേറെ ഗ്രൂപ്പിലും അല്ലാതെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ ഒരു വേലായിരുന്നു. ആ സമയത്താണ് ഞാൻ സാറിന്റെ കോഴ്സ് കണ്ടതും സാറിലേക്ക് എത്തിപ്പെട്ടതും. അതൊന്നും കൂടി ഒരു ബോണസായി മാറിയിരിക്കുകയാണ് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക്. ഞാൻ ആ ഒരു വേല് വന്ന ശേഷമാണ് എനിക്ക് കുറച്ചൊക്കെ മാറ്റം വരാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനത്തെ ഫ്രീ ക്ലാസ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സാറിന്റെ ഇങ്ങനെ കേട്ടത്. അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ഇല്ല എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കറിയാം, എനിക്ക് യൂണിവേഴ്സസ് ക്യാഷും കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിലേക്ക് എത്തിച്ചു. എനിക്ക് ഇനിയും ഓരോ ക്ലാസ്സുകളും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു തൊണ്ട് വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഫണ്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഇനി അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനും, മീറ്റപ്പ് ഉണ്ടെങ്കിൽ അതിന് പങ്കെടുക്കാനും,
ഇപ്പൊ അങ്ങനെ ഒരു ഇതിലേക്കാണ് മനസ്സ് വന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അറിവ് അവയർനെസ് നേടാനുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് പറ്റണം. കാരണം ഇത്ര ഏജ് ആയിട്ട് പറ്റുമെന്നൊക്കെ ഞാൻ മുമ്പൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോ എന്ത്, ഇനിയിപ്പോ ജീവിതമൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിനി ജീവിതമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ രാത്രി പകൽ ഇങ്ങനെ കഴിഞ്ഞ് പോവാന്നുള്ള രീതിയിലേക്കാണ് പോയിരുന്നത്. പക്ഷെ എനിക്കിപ്പോ എന്താ പറയാ, ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെ മുമ്പോട്ട് ജീവിക്കണം, ഇനി ഒത്തിരി ജീവിക്കാനുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട്, ഒത്തിരി അറിവ് നേടാനുണ്ട്. അപ്പൊ ഒരിക്കലും അവസാനിക്കുന്നില്ല, മുമ്പോട്ട് ഇങ്ങനെ പോകണം എന്നുള്ള സാറിന് ഓരോ വാക്കുകൾ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, മനസ്സിലേക്ക് ഇങ്ങോട്ട് ഇടിച്ചു കയറുകയ്യ സാറിന് ഓരോ വീഡിയോ കാണുമ്പോ. അതുപോലെ തന്നെ പറയും, ഇന്നലെ ഞാൻ ക്ലാസ് കയറിയിട്ടില്ല, ഇന്നലത്തെ വീഡിയോ ഞാൻ നോക്കിയപ്പോ കണ്ടില്ല, അത് യൂട്യൂബിൽ ഇട്ടിട്ടില്ലല്ലോ, ഞാൻ കാണാൻ പറ്റിയപ്പോ ഞാൻ അങ്ങനെ കാണാറുണ്ടായിരുന്നു. അറിയില്ല എന്താണ് ടെക്നിക്കൽ സംഭവിച്ചെന്ന് അറിയില്ല, ടീമായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നമ്മളുടെ ഈ ഒരു കോഴ്സിൽ വന്നതിന് ശേഷമുള്ള ഇപ്പൊ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ശുഭപ്രതീക്ഷയുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോ EFT എന്ന് പറയുന്ന ഒരു ടൂള് കയ്യിലുള്ളത് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് എന്താണ്? അതേപോലെ തന്നെ നമ്മളുടെ ടീമിന്റെ നമ്മളിപ്പം ആഴ്ചയിൽ 3 ദിവസം ഹീലിംഗ് ചെയ്യാറുണ്ട്. ആ ഹീലിംഗ് ചെയ്യുന്നത് നമ്മൾ കോഴ്സ് ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ ആ ഹീലിംഗിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താ, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എത്രത്തോളം ബെനിഫിറ്റ് ആണ്? അയ്യോ, പറയാൻ വയ്യ, ഭയങ്കര ഗ്രേറ്റ്. അവരെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവർ ഓരോ മെന്റേഴ്സിന്റെയും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അത്രയൊക്കെയാണ്. അവര് നമ്മളോട് അത്രയും സപ്പോർട്ടീവ് ആണ്. ഓരോ മെന്റേഴ്സും നമ്മൾ അതിന്റെ സമയത്ത്, ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ പല മെന്റേഴ്സ് കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ടല്ലോ ഹീലിംഗ് സെഷനിലെ. അതിനുശേഷം നമുക്ക് സ്വന്തമായി കിട്ടുന്ന ഓരോ മെന്റേഴ്സ്, അവരെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, വാക്കുകൾക്ക് അതീതാണ്, അത്രയും സപ്പോർട്ടാണ്. പിന്നെ ഈ ഹീലിംഗ് സെഷൻ കിട്ടുന്നത് കൊണ്ട് കൂടിയാണ്. കാരണം നമ്മൾ ഒന്ന് താഴോട്ട് പോയാലും വീണ്ടും നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ ഓരോ ഹീലിംഗ് സെഷൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. അപ്പൊ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ബിന്ദു മാം ഇവിടെ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ലൈഫിൽ വലിയൊരു ഇനി എന്ത് നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും. ഞാനിപ്പോൾ കുറെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ മോർണിംഗ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അറ്റൻഡ് ചെയ്താൽ നിങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും എന്ത്, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല, എന്നാലും കാര്യങ്ങൾ അങ്ങനെ ശരിയാവുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. 30-35 വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി, ഇനിയിപ്പോൾ എന്ത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്ന ആൾക്കാരുണ്ടോ? അതുപോലെ ചിന്തിച്ചു പോയിരുന്ന ഒരാളാണ് ബിന്ദു മാം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, അതായത് രാവിലെ നമ്മുടെ എല്ലാവരുടെയും ഒരു അവസ്ഥ ഇതാണ്. രാവിലെ ആവുന്നു, രാത്രിയാവുന്നു, ഇതിനിടയിൽ ഉറങ്ങുന്നു, എണീക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇറ്റ്സ് ലൈക്ക് എ വെരി മൊണോട്ടോണസ്, വെരി ബോറിംഗ് ലൈഫ്. നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. രാവിലെ ആയിക്കഴിഞ്ഞാൽ കളിക്കാൻ പോകാം, രസമായിരുന്നു, എൻജോയ്മെന്റ് ആയിരുന്നു, സ്കൂളിൽ പോകാം, പഠിക്കാം. ആ ലൈഫിന് അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ലൈഫിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്ന് ജീവിതത്തിൽ പ്രയാസങ്ങളായി, സമ്പത്തില്ലാതെയായി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു, അസുഖങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, സ്ട്രെസ്സായി, പ്രശ്നങ്ങളായി, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായി. ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ലൈഫ് ഒരു മാതിരി ഒരു കല്ലായ അവസ്ഥ, ഒരു വല്ലാത്ത ഒന്നും ഫീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു സ്റ്റെക്കായ പോലെ, എപ്പോഴും ദുഃഖവും അസുഖങ്ങളും പ്രയാസവും ബുദ്ധിമുട്ടും. ഇനിയിപ്പോൾ എന്ത്? ആ ലൈഫിന്റെ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു പ്യൂരിറ്റി, ആ ലൈഫ് ഇറ്റ്സെൽഫ്, അതിനൊരു ലഹരി ഉണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നിങ്ങളെ നഷ്ടപ്പെട്ട, നിങ്ങളുടെ ലൈഫിന്റെ രസം നഷ്ടപ്പെട്ട, ആ ത്രില്ല് നഷ്ടപ്പെട്ട, എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ട, ആ ഹാപ്പിനെസ് നഷ്ടപ്പെട്ട, ആ ഒരു കണ്ടന്റ്മെന്റ് നഷ്ടപ്പെട്ട, ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ട ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ ഡള്ളായിട്ടുള്ള ലൈഫാണ്. ഇനി എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി എന്നുള്ള ലൈഫാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഈ സെഷനിലേക്ക് വന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ആഴത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഹീലിംഗ്, ഉള്ളു തട്ടിയിട്ടുള്ള മനസ്സാന്തരം സംഭവിക്കുന്ന ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കംപ്ലീറ്റ്ലി മാറുക എന്ന് പറയുന്ന ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ്, 360 ഡിഗ്രി ഷിഫ്റ്റ് സംഭവിക്കണം. അത് സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കൂല, നിങ്ങൾക്ക് പിന്നെ ഒരു ശുഭപ്രതീക്ഷ കിട്ടും. ആ 360 ഡിഗ്രി സംഭവിക്കാനാണ് ബിന്ദു മാം ചെയ്തതുപോലെ നമ്മുടെ EFT പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സംഭവിച്ചാൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നും നിങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും ഇത് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കും. നമ്മുടെ മോർണിംഗ് സെഷനിൽ നമുക്കൊന്ന് വെച്ചാൽ പരിമിതി ഉണ്ട് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഉള്ളറിഞ്ഞ് ഉള്ളു തൊട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി ഹീല് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുമ്പോൾ
നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, സ്ട്രെസ്, ഇതെല്ലാം കൂടെ വന്നിട്ട്, ജോലിയിലെ പ്രഷർ, ഇതെല്ലാം കൂടെ വന്നിട്ട് നിങ്ങളിൽ ട്രോമ അടിച്ച് എന്തോ ആയിപ്പോയി, നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ ഒരു വല്ലാത്ത ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവിടെയൊക്കെ അതെല്ലാം കഴുകി കളഞ്ഞ് വൃത്തിയാക്കി ഹീൽ ചെയ്ത് ആ ട്രോമാസ് എല്ലാം കളയുമ്പോൾ, അതെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട നിങ്ങളെ തിരിച്ചു കിട്ടാണ്. ആ ക്യൂരിയോസിറ്റി ഉള്ള, ആ പഠിക്കാൻ താല്പര്യപ്പെടുന്ന, ആ എക്സൈറ്റ്മെന്റ് ഉള്ള, ആ ഒരു ഹാപ്പിനെസ് ഉള്ള, ആ ഒരു പുതിയ ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാൾ. അതാണെന്ന് വെച്ചാൽ ബിന്ദു മാം എൻ്റെ അടുത്ത് ആദ്യം വന്ന് സംസാരിക്കുമ്പോൾ കരയുമായിരുന്നു. ഇന്നിപ്പോ ശുഭപ്രതീക്ഷയാണ്, ഇന്നിപ്പോ പുതിയ പ്രൊജക്ടുകളാണ്, ഇന്നിപ്പോ ലൈബ്രറിയൻ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ദിസ് ഈസ് ദ ഡിഫറൻസ് ഫ്രം എ ക്രൈങ് ബേബി ടു. സാർ താങ്ക് യു സാർ. റാഷി സാറ് പറഞ്ഞിരുന്നല്ലോ അന്ന് എന്നോട് പിന്നെ ലൈബ്രറിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാന് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോ ഞാൻ അത് തേടിപ്പോയി. BLS എങ്ങനെ പഠിക്കാം, MDS എങ്ങനെ പഠിക്കാം, അതിനെന്തൊക്കെ ചെയ്യണം, അതിന്റെ അഡ്വാൻസ് എങ്ങനെ ചെയ്യാം, അതിലേക്ക് എത്ര പിന്നെ എഡ്യൂക്കേഷൻ വേണം, അതിലേക്ക് എത്ര ക്യാഷ് വരും, എവിടെയൊക്കെയാണുള്ളത്, അങ്ങനെയൊക്കെ അന്വേഷിച്ചു. അപ്പോ അതിലേക്ക് എത്തിച്ചത് തന്നെ സാറാണ്. അപ്പൊ എനിക്ക് തോന്നി അത് 6 മാസത്തെ കോഴ്സ് ഉണ്ട്. ഈ 6 മാസത്തെ കോഴ്സിന് നമുക്ക് SSLC മതി. അതിന് ഫീ ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അത് തിരുവനന്തപുരത്താണ് ഉള്ളത് അധികം. അങ്ങനെ തുടങ്ങിയിട്ട് അതിനെ പറ്റിയിട്ട് എന്താണെന്ന്, എങ്ങനെയാണെന്ന്, അങ്ങനെ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് വന്നത് ഈ വയസ്സിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നതിന്. അപ്പൊ അത് അന്വേഷിച്ചു പോവാനും അത് എന്താണെന്ന് അറിയാൻ അതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടാനും ഒക്കെ സാധിച്ചു. അതിന് താങ്ക് യു റാഷിദ് സാർ. അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. കാരണം ഏത് നോക്കിയാലും ചില വീഡിയോസ് ആയിക്കോട്ടെ, ചില ബുക്കുകൾ ആയിക്കോട്ടെ, സെൽഫ് ലവിന്റെ ബുക്ക് ആയിക്കോട്ടെ, ഏത് ബുക്കാണെങ്കിലും ചില ബുക്കുകളൊക്കെ സാറ് പറഞ്ഞത് ഒക്കെ തന്നെ ഇംഗ്ലീഷിലാണുള്ളത്. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്റെ ആഗ്രഹം എനിക്ക് ഇംഗ്ലീഷിൽ പഠിക്കണം. സ്പോക്കൺ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും പഠിക്കണം, ബേസ് മുതൽ. അതിനെവിടെ, ഏത് സ്ഥലത്ത്, എങ്ങനെ പഠിക്കാന്നുള്ള ഒരു അഡ്വൈസ് സാറിന് തരാൻ പറ്റും? തീർച്ചയായിട്ടും ഓൺലൈനിൽ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ബിന്ദു മാമിന്റെ ഈ ഒരു ലൈഫ് മാറിയത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എവിടെ നിന്ന് എവിടേക്ക് എത്തി, ആ മാറ്റമാണ് നിങ്ങളിലേക്കൊക്കെ. അതായത് പ്രയാസത്തിലും ദുഃഖത്തിലും വിഷമത്തിലും നിന്നിരുന്ന ഒരാൾക്ക് ഇനി ജീവിക്കണം, ഇനി എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഇനി എനിക്ക് ഡിഗ്രി എഴുതിയെടുക്കണം, ഇനി എനിക്ക് വീണ്ടും മാഡം പറഞ്ഞ വളരെ നല്ല തീരുമാനമാണ്. കാരണം ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ, നമ്മൾ നല്ല നല്ല പുസ്തകങ്ങളൊന്നും മലയാളത്തിലില്ല. ഇംഗ്ലീഷിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, നമ്മൾ സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന പുസ്തകങ്ങൾ. അത് വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചേ മതി. അപ്പൊ ആ ഒരു തീരുമാനം എടുത്തത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ അതാണ് പറയുന്നത് വെച്ചാൽ ഇനി ബിന്ദു മാമിന് വെച്ചാൽ 3 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ നല്ല രീതിയിലുള്ള പരിജ്ഞാനം നേടാൻ പറ്റും, ഒരു സംശയമില്ല. കാരണം അതിനുള്ള കോച്ചിങ് സെന്ററുകളുണ്ട്. ഇംഗ്ലീഷ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കോച്ചിങ് ഹൗസ് ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. കാരണം എനിക്ക് ഞാൻ ഇത്രയും വർഷമായിട്ട് ബുക്കുകളും കാര്യങ്ങളൊന്നും ടച്ച് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇതൊരു 38 വർഷത്തോളായിട്ട് ആ ഫീൽഡൊക്കെ വിട്ട ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ചെറിയ സെൽഫ് ലവ് ബുക്കുകൾ, ഇതിലെ ബുക്കൊക്കെ വായിക്കുന്നല്ലാതെ, നോവലുകൾ അങ്ങനെയൊക്കെ വായിക്കുന്നല്ലാതെ ഇങ്ങനെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോ നിർത്തിവെച്ച ആളാണ്. അപ്പൊ ഇനി തുടങ്ങണേ കുറച്ച് പ്രയാസമുണ്ട്, എങ്കിലും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 2 വർഷം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ബിന്ദു മാം എന്ന് പറയുന്ന ഒരാള് വേറെ ലെവലെത്തിയിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അത് മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങൾ എഫേർട്ട് ഇട്ടാലിട്ടോ ഈ യാത്ര തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാറുന്ന, നല്ലൊരു ജോലി നേടിയിട്ടുള്ള, നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുള്ള, നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യുന്ന, നല്ലൊരു ബ്രാൻഡായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. എനിക്ക് പഠിച്ചിട്ട് അക്കാഡമിക് കൗൺസിലറായിട്ട് വരണം. തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് എത്തട്ടെ, അതിനൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചോളൂ, പഠനം തുടർന്നോളൂ. ഏജ് ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ. ഇപ്പൊ മഞ്ചേരി, നമ്മുടെ മഞ്ചേരി ടൗണിൽ, ഇപ്പം അവിടെ ഞാൻ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, എൻ്റെ നാട് അവിടെയാണ്. അപ്പൊ മഞ്ചേരി എന്ന് പറയുന്ന ടൗണിൽ, തൊട്ടടുത്തുള്ള ടൗണാണ്. അവിടെ KFC എന്ന് പറയുന്ന കട ഓപ്പൺ ചെയ്യും. ഈ KFC എന്ന് പറയുന്ന കട, കെൻടക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന കട, അതിന്റെ സ്ഥാപനം, അതിന്റെ സ്റ്റോർ എന്ത് ചെയ്യണം, അവിടെ ഓപ്പൺ ചെയ്യണം. അപ്പൊ KFCയുടെ ഇത് ഓപ്പൺ ചെയ്യുന്നതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, അതിന് മുൻപിലൂടെ ഇങ്ങനെ പോകുമ്പോൾ 62ാമത്തെ വയസ്സിൽ
62-ാമത്തെ വയസ്സിൽ കേണൽ സാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആഗ്രഹിച്ച് ചിന്തിച്ചു തുടങ്ങിയതാണ് എന്താ വെച്ചാൽ KFC എന്ന് പറയുന്ന സ്ഥാപനം. 62-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ലൈഫ് മാറാൻ പറ്റുന്ന ഒരു വലിയൊരു എക്സൈറ്റിംഗ് ഐഡിയ കൊണ്ടുവന്നിട്ട് അയാൾ അതിന്റെ പുറകെ പോകും. 1300 ചില്ലാനം തവണ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആശയവുമായിട്ട് ആൾക്കാരോട് പോയി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു തോന്നൽ വരികയാണ്, എന്നും പറഞ്ഞില്ല, തോന്നലിന്റെ പുറകെ പോകണം. അദ്ദേഹത്തിനൊരു തോന്നൽ വന്നിട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ട് ചിക്കൻ ഉണ്ടാക്കി പൊരിച്ച് വിൽക്കാൻ എനിക്കറിയാം. അപ്പൊ അദ്ദേഹം ഒരു തട്ടുകട നടത്തുന്ന ഒരാളോട് എന്താ വെച്ചാൽ അദ്ദേഹം ഒരു തട്ടുകട ഇട്ടിട്ട് ഇങ്ങനെ ഇത് ചിക്കൻ പൊരിച്ചിട്ട് ഇങ്ങനെ വിൽക്കുമായിരുന്നു. അപ്പൊ അതിലൂടെ എന്താ വെച്ചാൽ ഒരു ദിവസം ഒരു വലിയൊരു വികസനത്തിന്റെ ഭാഗമായിട്ട് റോഡ് അങ്ങ് പോകുന്നു. വലിയ വികസനം അദ്ദേഹത്തോട് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ പറഞ്ഞു, എന്ത് ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ കച്ചവടം പൊളിഞ്ഞെല്ലാം പോയി, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ട്, ചിക്കൻ വിൽക്കാൻ അറിയാം, ചിക്കൻ പൊരിക്കാൻ അറിയാം. അദ്ദേഹം പറഞ്ഞു, കടക്കാരോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് കടയുണ്ടല്ലോ, ഹോട്ടലുകാരോട് പോയി പറഞ്ഞു, ഞാനിവിടെ എന്റെ ചിക്കൻ കൊണ്ടുവന്ന് തരാം, നല്ല വെറൈറ്റി. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങളടുത്ത് ചിക്കൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഇദ്ദേഹം ചിന്തിച്ചു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വട്ടാണ് എന്നെല്ലാവരും പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വട്ടാണെങ്കിൽ എന്നെ പോലെ ഏതെങ്കിലും ഇതേ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു വട്ടുള്ള ഒരാളിനെ അയാളെ കണ്ടെത്തിയാൽ മതി. അങ്ങനെ അയാൾ ബാങ്കുകാരെ സമീപിച്ചു, ബാക്കിയുള്ളവരെ സമീപിച്ചു, എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ 1300-1000-ലധികം തവണ അദ്ദേഹം ഈ ആശയവുമായിട്ട് പല ആൾക്കാരും പോയി കണ്ടു. അങ്ങനെ 1-2 ആൾക്കാർ വിശ്വസിച്ചു. അങ്ങനെ ആൾക്കാരെന്ത് ചെയ്തു, ഇപ്പൊ അദ്ദേഹം അന്ന് മുതൽ കോഴി വിറ്റ് വീഴി. അദ്ദേഹം ഇപ്പൊ മരിച്ചു പോയിട്ട് എത്രയോ കാലം, കോടികളുടെ ആസ്തിയുള്ള വലിയ കമ്പനി ഉണ്ടായത് ആ ആഗ്രഹത്തിൽ നിന്നും സംഗതികളാണ്. അതും എത്രാമത്തെ വയസ്സിൽ. ജീവിതം നിങ്ങളൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടോ തീർന്നു? ഇല്ല, തൊട്ടങ്ങാനിരിക്കുന്നു. നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഥകൾ ഉണ്ടാവാം. ഇതുവരെ ഞാൻ എന്താണ് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല പ്രധാനം. നിങ്ങളുടെ മുൻപിലേക്ക് ഒരു അടയാളമായിട്ട് നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം വരികയാണ്. ഈ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ച് ചെയ്യും എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ ആ തോന്നലുണ്ട്. ആ തോന്നലിന്റെ പുറകെ പോകണം. അവസരങ്ങൾ വരുമ്പോൾ ജമ്പ് ചെയ്യണം, പിടിക്കണം, നോക്കിയിരിക്കരുത്. ഇതിന് പണമില്ലാന്ന് ചിന്തിക്കേണ്ട. കടം വാങ്ങിച്ചിട്ടാണെന്നുണ്ടെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഇതിന്റെ പിറകെ ഞാൻ പോവുകയാണ്, റിസ്ക് എടുക്കുകയാണ്. ആ റിസ്ക് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, കാണുക പ്രോഗ്രാമിലേക്ക്. നാളെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, 30-ാം തീയതി. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക. എ ന്യൂ ബിഗിനിങ്, എ ന്യൂ ജേണി. ആർക്കറിയാം, പുതിയൊരു KFC-യെ പോലെ സംഗതി നിങ്ങളിൽ നിന്ന് വന്നാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി നിങ്ങളിൽ നിന്ന് വന്നാലോ, വേറെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങളിൽ നിന്ന് വന്നാലോ, ഹൂ നോസ്, വി ഡോണ്ട് നോ, നമുക്കറിയില്ല. പുതിയ ബിസിനസ്, പുതിയൊരു ലൈഫ്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് പുതിയ തുടക്കമുണ്ടാകുക. മനസ്സിലാക്കുക. ആ പുതിയ തുടക്കത്തിന് ഒരു അടയാളമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വരികയാണ്, നമ്മുടെ പ്ലാറ്റ്ഫോം വരികയാണ്, നമ്മുടെ പ്രോഗ്രാം വരികയാണ്, നമ്മുടെ ക്ലാസ് വരികയാണ്. ജസ്റ്റ് ഹോപ്പ്. നമ്മൾ പോകും, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറേ ആൾ, ഇതൊരു വാഹനമാണ്, ബസ്സാണ്. ഇത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ബസ് എന്ന് പറയുന്ന പോലെ, ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ് എന്ന് പറയുന്നത് പോലെ, കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്. ആ ബസ്സിൽ കയറി ഇരുന്നാൽ മതി, അവിടെ എത്തിച്ചോളും. അതുപോലെയാണ് ഈ കോഴ്സ്. നിങ്ങൾ ഇതിൽ കയറി ഇരുന്നാൽ മതി, നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ്, കഴിവ്, നോളജ്, ടൂള്, സംഗതികൾ, കാര്യങ്ങൾ. നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും എന്താകും, വാഷിംഗ് മെഷീനിലിട്ട ഡ്രസ്സ് പോലെ നിങ്ങളെ വേറെ ഒരാളാക്കി കഴുകി വൃത്തിയാക്കി നിങ്ങൾ അഴുക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല സുന്ദരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന, ആൾക്കാർ ദേഹത്ത് ആ ഡ്രസ്സ് എടുത്തിട്ട് ധരിക്കണം എന്നുണ്ടെങ്കിൽ അത് വൃത്തിയാവണ്ടേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന, നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന ഒരു പുതുപുത്തൻ ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നഷ്ടപ്പെട്ട നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. സോ കം and join and change your life. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. See you tomorrow. താങ്ക് യു സർ. താങ്ക് യു എവ്രിവൺ. പിന്നെ നമുക്ക് ആർക്കെങ്കിലും ചോദിച്ചോളൂ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ അടുത്ത മീറ്റപ്പ് ഉണ്ടോ? അടുത്ത മീറ്റപ്പ് ഇപ്പൊ ഇല്ല. ഇവിടെ അടുത്ത മീറ്റപ്പ് ഇപ്പൊ വരുന്നില്ല. നമ്മൾ കുറച്ച് പ്രോഗ്രാംസുകൾ കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. പക്ഷെ നമുക്കൊരു EFT ലൈഫ് മാസ്റ്ററി, കപ്പിൾ മാസ്റ്ററി പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിന്റെ, കുടുംബ ബന്ധങ്ങൾ ഹാപ്പി ആക്കുന്നത്, ഫാമിലി ലൈഫ് ഹാപ്പി ആക്കുന്നത്, നിങ്ങളുടെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സൈക്കോളജി, സ്ത്രീ പുരുഷ സൈക്കോളജി, ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിലേക്ക് EFT എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കപ്പിൾ മാസ്റ്ററി പ്രോഗ്രാം വരുന്നുണ്ട്. അതിന് അനൗൺസ്മെന്റ് ഉണ്ടാകും.
ഒരു ഓൺലൈനും ലൈക്ക് ഓഫ്ലൈനും. ഓക്കെ, ആ പ്രോഗ്രാം വരുന്നുണ്ട്. പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക, പരമാവധി ആൾക്കാർ വരിക കേട്ടോ. ഇതൊരു ഓഫ്ലൈനോ 1 ഓൺലൈനോ? day ഓഫ്ലൈൻ അത് ഓഫ്ലൈനും ഓൺലൈനും കൂടി മിക്സ് ആണ്. കുറച്ച് ഒരു ദിവസം ഓഫ്ലൈനും പിന്നെ ബാക്കി ഒരു 3 ദിവസത്തോളം അതിൽ ഓൺലൈനും കൂടി വരുന്ന ഒരു പ്രോഗ്രാമാണ്. അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. എനിവേ അതോടുകൂടി അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് കേട്ടോ. സർ 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 ഷാഹിദ് ചോദിക്കും, ഈ would 1 you like to month ക്ലാസ് different- ഓൺലൈൻ ഉണ്ടോ? എങ്ങനെ? ഈ 1 month ക്ലാസ് ഓൺലൈൻ തന്നെയല്ലോ? 1 month ക്ലാസ് ഓൺലൈൻ ആണ്. 1 month പ്രോഗ്രാം വരുന്നത് ഓൺലൈൻ ആണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ആ ഓൺലൈനിൽ നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്ക് 10 ദിവസത്തെ കോഴ്സാണ്. 10 ദിവസത്തെ ക്ലാസ് ആയിട്ട് ഓൺലൈൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 1-to-1 കോച്ചിങ് ആണ്. 30 days ഇതിന് പുറമെ 1-to-1 കോച്ചിങ് ഉണ്ടാവും. നിങ്ങൾക്കൊരു മെന്റർ അസൈൻ ചെയ്ത് തരും. ആ മെന്റർ നിങ്ങളെ ഹീൽ ചെയ്ത്, നിങ്ങളുടെ ട്രോമാസ് ഐഡന്റിഫൈ ചെയ്ത് ഹീൽ ചെയ്ത്, റൂട്ട് കോസ് കണ്ടെത്തി ഹീൽ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് പുറമെ ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാവും. എല്ലാ ദിവസവും ആഴ്ചയിലും 3 ദിവസം ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്കുള്ള 3000-ഓളം ട്രോമാസ് നമുക്കുണ്ട്. ഈ ട്രോമാസിൽ നിന്ന് 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. ഇത് കണ്ടിന്യൂസ്ലി ഹീൽ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഹീലിംഗ് ജേർണിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനാണ് ആഴ്ചയിൽ 3 ദിവസം ഹീലിംഗ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബുക്ക് നിങ്ങളുടെ എല്ലാ ട്രോമാസും എഴുതും. അപ്പോൾ നമ്മൾ 3000-ഓളം ട്രോമാസ് നമുക്കുള്ളത് എഴുതും നമ്മൾ. അപ്പോൾ അതെങ്ങനെ മനസ്സിലേക്ക് വരിക? നമ്മൾ ചെയ്യുമ്പോൾ മുന്നോട്ട് വരുന്നത് ഇങ്ങനെ എഴുതി പോകും. അപ്പോൾ ഇപ്പൊ ഏകദേശം 300 ചില്ലാനും ട്രോമാസ് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ജേണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതേ ജേണിയിലേക്ക് വരാം. നിങ്ങളുടെ എല്ലാ ട്രോമാസും ഹീൽ ചെയ്യാനുള്ള ഒരു അൺലിമിറ്റഡ് ഹീലിംഗ് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. സോ കം ടു ദ പ്രോഗ്രാം. ഓൺലൈനാണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. അതാണ് ഇവരൊക്കെ ഇപ്പം വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. They are changing their life like anything. So Aisha, please come to the program and join. പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ടോ? Are you coming? പറയാം സർ, പറയാം. തീർച്ചയായിട്ടും ആലോചിച്ച് നിൽക്കേണ്ടെന്ന് പറഞ്ഞ പോലെ അടയാളമാണ്. അതുകൊണ്ടാണ് ആയിഷ ഈ എത്രയും ചോദ്യം പെട്ടെന്ന് ചോദിച്ചത്. ചെയ്യുക. കേട്ടോ, കമർ പ്രോഗ്രാമിൽ വന്നതാണ്. എന്തായാലും വരിക കേട്ടോ. എത്രയും പെട്ടെന്ന് പ്രോഗ്രാമിന്റെ അത്രയും ഡീറ്റെയിൽസ് ബെനിഫിറ്റ് ആണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തോ ഷാല് നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, വന്നിട്ട് എന്ത് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പിന്നെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക, ടീമിനെ വിളിക്കുക. ഫീ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട് അസ്ര. പ്രോഗ്രാമിന് ഫീ വരുന്നുണ്ട്. 10,000 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത്. 30 ദിവസത്തെ കോച്ചിങ്ങും അൺലിമിറ്റഡ് ഹീലിംഗ് നമ്മൾ നൽകുന്നുണ്ട്. 30 ദിവസത്തെ 1-to-1 കോച്ചിങ് അത് വേറെ നൽകുന്നുണ്ട്, ഹീലിംഗ് ആൻഡ് കോച്ചിങ്. ഇതിന് പുറമെ 10 ദിവസത്തെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. ഇതിന് പുറമെ ഡെപ്തിലുള്ള വർക്ക് ബുക്ക് നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് 10,000 rupees കോഴ്സ് ഫീ. അടുത്ത ബാച്ചിൽ അത് 11,000 ആണ്. ഇപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ അത് ഓഫർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 8,000 rupees നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഓഫറും ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അതൊന്നും ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. 8,000 ചെയ്യാൻ കഴിയില്ല. അപ്പം ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരമാവധി ഇന്ന് തന്നെ വിളിക്കുക, ജോയിൻ ചെയ്യുക. ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ എന്താ വെച്ചാൽ സീറ്റ് നഷ്ടപ്പെടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ടീം മെമ്പേഴ്സോട് ചോദിക്കാം. ദേ ആർ റെഡി ടു ഹെൽപ്പ് യു, ഹാപ്പി ടു ഹെൽപ്പ് യു. സോ ദിസ് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ടു ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫ് മാറിയത് സീരിയസ് ആയിട്ട് ഇതുപോലെ റിസ്ക് എടുത്ത സമയത്താണ്. നമ്മൾ എപ്പോഴാണോ സീരിയസ് ആയിട്ട് പഠിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഞാൻ ഇപ്പോഴും അടുത്ത കോഴ്സ് എന്ത് പഠിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എങ്ങനെ പണം മാറ്റി വെക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ്. കാരണം എങ്കിൽ മാത്രമാണ് എനിക്ക് ഈ പ്രോജക്റ്റ് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എനർജി എപ്പോഴും ഹൈ ആയിരിക്കും. അതിന് ഇത്തരത്തിലുള്ള കോഴ്സുകളും കേപ്പബിലിറ്റീസും നമുക്ക് ആവശ്യമുണ്ട്. ഹൈ ആകും തോറും നമ്മളിങ്ങനെ പറക്കും. ഇറ്റ്സ് ലൈക്ക് റോക്കറ്റിന്റെ താഴെ പെട്രോൾ ഫ്യൂവൽ ഒഴിച്ചിട്ട് നമ്മൾ ലൈക്ക് അത് ആ ഒരു എന്താ പറയാ, അതിന്റെ ഫ്യൂവൽ റോക്കറ്റിന് നമ്മൾ പറത്തിവിടാൻ വേണ്ടിയിട്ട് അതിൽ ഫ്യൂവൽ ഒഴിക്കുന്നത് പോലെ, വാഹനത്തിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെയാണ് ഇത്തരത്തിലുള്ള കോച്ചിങ് പ്രോഗ്രാം. നമ്മൾ ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പവർ ഉപയോഗിച്ച് നമ്മൾ പറക്കും. ഒരു 30% മനസ്സിലാവും. നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള ഒരു 30 to 40% അത് വെച്ചിട്ട് പറക്കും. ഉറപ്പായിട്ട് നമ്മൾ പറക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പുതിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, പറക്കുന്നു. അങ്ങനെ നമ്മൾ പറന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പൊരുതുക, ശ്രമിക്കുക, ഇതേപോലുള്ള കോഴ്സുകൾ ചെയ്യുക. അപ്പൊ കോഴ്സ് വരുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുക.